ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജൂലൈ 2026 എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഞ്ചലിക് ഒറക്കിൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജൂലൈ മാസത്തിന്റെ ഒരു ജനറൽ തീം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ജൂലൈ മാസത്തിൽ അവരുടെ ജനറൽ തീം എന്തായിരിക്കും? ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ജൂലൈ 2026 ജനറൽ തീം എന്താണ്? ഓക്കെ, ദ ഫോളി ഓഫ് പ്രൈഡ് എന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാർഡ് നമ്പർ 30 ആണ് ദ ഫോളി ഓഫ് പ്രൈഡ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിമാനിക്കാം, നമുക്കുള്ള കാര്യങ്ങളിൽ അഭിമാനിക്കാം, പക്ഷെ എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാൻ പറയുന്നു. ഇപ്പൊ ജൂലൈ മാസത്തിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ മികച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കാളും ഉയർന്നതായിട്ട് അല്ലെങ്കിൽ അവരെക്കാളും മികച്ചമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരെക്കാളും കുറേ കൂടെ അനുഗ്രഹം നിറഞ്ഞൊരു ജീവിതമാണ് എന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ആ സമയങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഏഞ്ചൽസ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ അഹങ്കാരം വന്നു കഴിയുമ്പോൾ ആ അത്രയും നാൾ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്പിരിച്വൽ വർക്ക്, ഇന്നർ വർക്ക് ഒക്കെ വെറുതെ ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ഒരു ഈ സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, അല്ലെ, ഈശ്വരന്റെ ഒരു പ്ലാൻ, ഈശ്വരന്റെ ഗൈഡൻസ്, എല്ലാം കൂടി എത്തിച്ചേരുമ്പോൾ എനർജറ്റിക്കൽ അലൈൻമെന്റ് ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും അല്ലെങ്കിൽ നല്ലതല്ലാത്തതും സംഭവിക്കുന്നതും. എല്ലാം എനർജിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ശരിയാണ്, നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിൽ നമ്മളായിരിക്കണം. ഓക്കെ, സ്പിരിച്വൽ പാത്തിലായിക്കോട്ടെ, അല്ല നിങ്ങളുടെ എക്സ്റ്റേണൽ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ ഉണ്ടായാലും നിങ്ങൾ അതിനോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലായിരിക്കുക. ഈശ്വരനോട് നന്ദി പറയാ. അത് കൺഫർമേഷൻസ് കിട്ടുമ്പോൾ ഈശ്വരനോട് നന്ദിയാണ് പറയേണ്ടത്. കുറേയും കൂടെ നിങ്ങൾ ഒരു ഗ്രേറ്റ്ഫുൾ സ്റ്റേറ്റിലായിരിക്കണം, കുറേയും കൂടെ നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഒരു കാരണവശാലും അഹങ്കരിക്കാനോ മറ്റുള്ളവരോട് ഒരു പുച്ഛം ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അല്ലല്ലോ, ഞാൻ ഇതൊക്കെ നേടിയെടുത്തു കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ഭാവങ്ങളൊന്നും പാടില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളെ ഏഞ്ചൽസിന് സഹായിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടായാലും, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ഡൗൺ ടു എർത്ത് ആയിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിരിക്കണം എന്നുള്ളത് കേട്ടോ. ഇനി നമ്മള് ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ഒരു ജനറൽ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പൊതുവെ എങ്ങനെയാകും എന്ന് നോക്കാം. ജൂലൈ 2026 ഗ്രൂപ്പ് 1ന്റെ ലൈഫ് പൊതുവെ എങ്ങനെയാകും എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ടവർ കാർഡാണ്. Clarify the tower. Okay. നിങ്ങൾക്ക് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് മേജർ ബ്ലെസ്സിങ്,
മേജർ ചാലഞ്ച്, ദ ഗൈഡൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇതിന്റെയും നോക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മേജർ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞ ടവർ കാർഡാണ്. അപ്പൊ ടവർ കാർഡ് ബ്ലെസ്സിംഗ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിനർത്ഥം കാര്യമായ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കും. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു എന്താ പറയണ്ടേ ജൂലൈ മാസം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങളോട് പറയുന്നു സറണ്ടർ ആയിട്ട് പോവാ. ഓക്കെ, അത് നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആകണമെന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് വളരെയധികം വ്യത്യസ്തമായ അല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുക ജൂലൈ കഴിയുമ്പോഴേക്കും. അത്തരം മാറ്റങ്ങളാണ് ടവർ മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, ഒരു വളരെയധികം ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ വേറൊരു ഈ ജൂലൈ മാസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ഒന്നില്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളിലായിരിക്കും. ഓക്കെ, അവസാനമായിട്ട് ഒരുക്കങ്ങളിലായിരിക്കും. അങ്ങനത്തെ അത്തരത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ്, മാറ്റങ്ങൾ ഓക്കെ സംഭവിക്കുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് ജൂലൈ മാസം. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒതന്റിക് സെൽഫിലായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒതന്റിക് സെൽഫിലായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ അത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ലൈഫിൽ വളരെയധികം എക്സൈറ്റഡ് ആകുക. ഈ ഒരു കാർഡും കൂടെ വെച്ച് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എന്താ പറയാ, എക്സൈറ്റഡ് ആകുന്നു, അതിൽ അഹങ്കരിക്കാൻ ഒരു സാധ്യത, ഒരു പൊങ്ങച്ചം കാണിക്കാനൊക്കെ ഒരു സാധ്യത, ഇതിനൊക്കെ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഷോ ഓഫ് ഒക്കെ കാണിക്കാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിന്റെ ഒരു എൻഡിലെത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ അത്രയും സ്ട്രഗിൾസിലൂടെ പോയ ഒരാൾക്ക് ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാവരും കാണട്ടെ എന്നുള്ള ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ ഒന്നും കൂടെ ഒന്ന് ഷോ ഓഫ് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകും. പക്ഷെ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിലായിരിക്കാം. ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, അല്ലെ? ആ ഒരു നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിച്ചത്. അപ്പോ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അത് വളരെ നോർമൽ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. യൂണിവേഴ്സിനോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം, നമ്മൾ അതിൽ ആനന്ദിക്കണം ഡെഫിനറ്റ്ലി. പക്ഷെ ഓവർ എക്സൈറ്റഡ് ആവാൻ പാടില്ല, ഒരു ഷോ ഓഫ് പാടില്ല. എന്നാൽ അങ്ങനെ അതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഭാഗ്യമാണ്, ആ ഒരു എനർജിയും പാടില്ല. വളരെ നോർമലായിട്ട് ആ ഒരു സക്സസ്, ആ ചേഞ്ചസ്, ബ്യൂട്ടിഫുൾ ചേഞ്ചസിനെ നോർമലൈസ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നോർമലൈസ് ചെയ്യുക. ഇതെനിക്ക് അർഹതപ്പെട്ടത് എൻ്റെ ലൈഫിലേക്ക് വന്നു, അത്രമാത്രം. ആ ഒരു എനർജി ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സൺ കാർഡാണ്. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം, മുന്നോട്ട് പോകുന്നവർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, ഗ്രേറ്റ്ഫുൾ എനർജിയിലായിരിക്കണം. സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ അല്ല, അത് നിങ്ങളുടെ ഒരു എന്താ പറയാ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആയേ തീരൂ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. ലൈഫിൽ നടക്കുന്ന ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും, ഇനിയും അത് തന്നെ സംഭവിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ പൊതുവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. ഇനി കരിയറിൽ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിൽ ജൂലൈ 2026 അവർ തേടിയെത്തുന്ന മേജർ ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ബ്ലെസ്സിങ് 2 കാർഡാണ് വന്നിട്ടുള്ളത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഒരു നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു എനർജി എന്ന് കാണുന്നത് നിങ്ങൾ വളരെയധികം ഒരു വേദന അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. അതായത് നിങ്ങൾക്ക് അത്രമേൽ ആഗ്രഹിച്ചത് നിങ്ങൾ അത്രമേൽ വേണം എന്ന് തീവ്രമായി ആഗ്രഹിച്ച് പരിശ്രമിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കരിയറിൽ. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പം അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നൊരു മാറ്റമാണ്. അതായത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളിൽ നിന്ന് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അത്തരം ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പൊ എന്ത് തന്നെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിന് പകരം നിങ്ങൾ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്. അത് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ന്യായമായിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അത് എക്സ്റ്റേണൽ എനർജീസിന്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കാം അതിൽ. ഓക്കെ,
അപ്പോൾ ആ നഷ്ടപ്പെട്ടതിന് ഒരു എന്താ പറയാ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അത് ഡിസേർവിംഗ് ആയിരുന്നു നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു നീതി നടപ്പാക്കുക എന്ന് പറയില്ലേ അത് അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ ഒരുപാട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ, നിങ്ങൾ എന്തോരം പണിയെടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന്, അതിന്റെ ഒക്കെ ഒരു റിവാർഡ്, ആ ഒരു ഹാർവെസ്റ്റിംഗ് പീരീഡ് ആണ് ജൂലൈ എന്ന് കാണുന്നു. ജൂലൈയിൽ അത് ഒരുപക്ഷെ തുടങ്ങുന്നതായിരിക്കാം. ആ ഹാർവെസ്റ്റിംഗ് പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് കരിയറിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി എൻ്റെതാണ്, ഇതെനിക്ക് എൻ്റെ ലൈഫിൽ ഇതെൻ്റെ റിയാലിറ്റിയാണ് എന്ന ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോവുക. പിന്നെ മാത്രമല്ല ഒരു ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരുപാട് വളരുന്നതിന് കരിയറിലായിക്കോട്ടെ, കരിയറിലൂടെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും ഒരുപാട് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ജൂലൈ മാസത്തില്. ആ അവസരങ്ങളെ ഒരു ഈഗോ ഇല്ലാതെ അതിനെ ഉപയോഗിക്കാനും അതുവഴി നിങ്ങളിൽ ആ ഒരു സെൽഫ് ഗ്രോത്ത് കൊണ്ടുവരാനും നിങ്ങൾക്ക് പറ്റണം. അതിന് ഒരു പ്രശ്നം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഈഗോ ആയിരിക്കാം. എനിക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, എന്നോട് ഉപദേശിക്കാറായോ, ഇത് എന്നെയാണോ പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് വരാൻ ഒരു സാധ്യതയുണ്ട്. എഗെയിൻ നമ്മുടെ ഏഞ്ചൽ കാർഡ് ആലോചിക്കാം. ഓക്കെ, ഡൗൺ ടു എർത്ത് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇവിടെ വീണ്ടും വീണ്ടും കിട്ടുന്നത്. അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഷോ ഓഫ് ചെയ്യണമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഹങ്കാരം വരുന്നതോ ഒക്കെ അത് ന്യായമാണോ ചോദിച്ചാൽ അതെ, നിങ്ങളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതെ. കാരണം നിങ്ങൾക്ക് അത്രയും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നത്. ചിലർക്ക് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു മാറ്റം, അവർ ആഗ്രഹിച്ച മാറ്റം അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ കാണുന്നത്, വളരെ പ്രകടമായി കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും ഈ സമയങ്ങളിൽ ആളുകളെ കുത്തിനോവിക്കുന്ന പോലെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പ്രത്യേകം അതെടുത്ത് കാണിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിരിക്കണം. ഓക്കെ, ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അവർക്കെല്ലാം കാണാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സക്സസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതിനെ നോർമലൈസ് ചെയ്യാം, അതിൽ ആനന്ദിക്കുക, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ അതിൽ ഹാപ്പി ആയിക്കോളൂ, നിങ്ങൾ അത് എൻജോയ് ചെയ്തോളൂ. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അത് നേടിയെടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അതേ സിറ്റുവേഷനിലൂടെ ഇപ്പൊ നിങ്ങൾ ഏതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് കടന്നു വന്നത്, അതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അവിടെ എന്താ പറയുക നിങ്ങൾക്ക് കണ്ടുമുട്ടാനോ ഇന്ററാക്ട് ചെയ്യാനോ ഒക്കെ ഒരു അവസരം ചിലപ്പോൾ കിട്ടും ജൂലൈ മാസത്തില്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എല്ലാം ശരിയായി എന്നുള്ളത് കൊണ്ട് അവരോട് ഇതൊക്കെ അങ്ങനെ വിഷമിച്ചിരുന്നൊന്നും ശരിയാവില്ല, അതൊക്കെ നല്ലോണം കഷ്ടപ്പെടണം, അപ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ, ഇപ്പൊ എനിക്ക് കണ്ടില്ലേ അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ശരിയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളും ഇതുപോലെ വളരെ വിഷമിച്ച് നിന്ന അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയം ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അത് ആലോചിക്കുക, നിങ്ങൾ ആ സ്ട്രഗിൾ, നിങ്ങൾ ആ ഫേസിലൂടെ വന്നതാണ്. അപ്പൊ ആ ഒരു കുറച്ചും കൂടി ഒരു എംപത്തറ്റിക് ആയിട്ട് അവരോട് എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് നൽകുക, സജഷൻസ് നൽകുക, ഗൈഡൻസസ് കൊടുക്കുക. അവർക്ക് അതാണ് അവിടെ ആവശ്യം, അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒഴിവാക്കണം എന്ന് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താ, ആ ഡൗൺ ടു എർത്ത് ആയിരിക്കുക, ഈഗോ വർക്കൗട്ട് ആകാതെ ഇരിക്കണം നിങ്ങൾ. അതാണ് നിങ്ങൾക്കുള്ള ഒരു മേജർ ചാലഞ്ച്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ച്. എന്താണ് കരിയറുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഗൈഡൻസ്? നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ കരിയറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളതിനെ സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ അതിന് റെഡി ആണെന്ന് മനസ്സിലാക്കുക. അതായത് കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുക. ഇതെനിക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ്. ആ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം തന്നെയായിരിക്കും. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 1414 നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം, അതായത് വൈൽഡസ്റ്റ് ഡ്രീം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാവും നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് സംഭവിക്കണത്. അപ്പോ ഇതെനിക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെയായിരുന്നു, കഴിഞ്ഞുപോയ കാലത്തില് ചെയ്ത് ആ വേർഷനും നിങ്ങൾ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വേർഷനും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം. അത് വേറെ ആള്, ഇത് വേറെ ആള്. ഓക്കെ, എനർജറ്റിക്കലി നിങ്ങൾ വളരെ അന്തരമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കംപ്ലീറ്റ്ലി റെഡിയോ ആണ്. ആ ബോധ്യത്തോടെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ഓരോ ബ്ലെസ്സിങ്സ്, ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാത്തിനെയും
നിങ്ങൾ സ്വീകരിക്കാം. ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇതെനിക്ക് ഈ ഒരു കാര്യം എന്താണോ വരുന്ന ബ്ലെസ്സിങ്സ്, എന്താണോ വരുന്ന മാറ്റങ്ങൾ, അത് ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധ്യത്തോടെ വേണം നിങ്ങൾ ആയിരിക്കേണ്ടത് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫൈനാൻസസ് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഫൈനാൻസസ് മായി ബന്ധപ്പെട്ട് ജൂലൈയിലെ അവരുടെ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. ഓക്കെ, challenge, guidances. ഫൈനാൻസുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മണി അട്രാക്ട് ചെയ്യുന്നതിന്, നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സാമ്പത്തികമായി ഉന്നതി കൊണ്ടുവരുന്നതിന് നിങ്ങളിൽ എന്താണ് തടസ്സമായിട്ടുള്ളത്? നിങ്ങളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണോ, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണോ? എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എനർജറ്റിക്കലി പണത്തിനെ ബ്ലോക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന പണം എന്നിലേക്ക് വരാത്തത്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോ ആ ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് മാറ്റേണ്ടത്. എൻ്റെ ഈ ഒരു മാറ്റം കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ആ ഒരു വ്യക്തത അവിടെ വന്നു. അപ്പൊ അത് ക്ലിയർ ചെയ്യാന്നുള്ളതിലേക്കാണ് നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അത്രയും നിങ്ങൾ എന്താ പറയണ്ടേ, അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ റിസൾട്ട്സ് എന്താ പറയുക അട്രാക്ട് ചെയ്യുകയും ചെയ്യും എന്ന് കാണുന്നു. ഇനി നിങ്ങൾ ഓൾറെഡി ഈ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കൂ. നിങ്ങളുടെ എന്താ പറയാ ആ ഒരു പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സ് ആണ്. ഓക്കെ, ഈ ചെലവാക്കുമ്പോൾ, പൈസ ചെലവാക്കേണ്ട കാര്യം വരുമ്പോൾ, പൈസ ചെലവാക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് റിയാക്ഷൻ അത് നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഒരു റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച് അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻസ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ചേഞ്ചസ് നിങ്ങൾ കാണുന്ന ഒരു ടൈമാണ് ജൂലൈ മന്ത്. ഓക്കെ, പ്രത്യേകിച്ച് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൈൻഡ് സെറ്റ്, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അത് നിങ്ങൾ പണത്തിനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ റിയാക്ഷനിൽ നിങ്ങൾ കാര്യമായ ചേഞ്ച് കാണും. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ, മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്ന ഒരു മാസം കൂടിയാണ് ഈ ജൂലൈ മാസം. ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് കൃത്യമായിട്ട് ആ ക്ലാരിറ്റി കിട്ടാണ് എന്താണ് മാറ്റേണ്ടത് എന്നുള്ളത്. അപ്പൊ ആ ക്ലാരിറ്റി കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ് ഫൈനാൻസിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ അത് ചെയ്യുന്നവരാണ്, ഓൾറെഡി ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച്, ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഫൈനാൻസസിൽ തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അങ്ങനെ രണ്ട് എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് അഗെയിൻ റീവിസിറ്റിംഗ് ദ പാസ്റ്റ്. അതായത് നിങ്ങൾ ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ഓൾറെഡി പ്രത്യേകിച്ച് ആ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് നിങ്ങൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ പഴയ ഒരു മെന്റാലിറ്റി, പഴയ മൈൻഡ് സെറ്റ് വീണ്ടും ഉള്ളിലേക്ക് വരാൻ അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തമാകാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു പാസ്റ്റിൽ എങ്ങനെയാണോ നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തിരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതിനോട് ഇന്ററാക്ട് ചെയ്തിരുന്നത്, നിങ്ങളുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, ഓക്കെ, പണവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ബിലീഫ്സ്, നിങ്ങൾ എന്താണോ മാറ്റാൻ ശ്രമിക്കുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുന്നതിനൊരു സാധ്യത. ഓക്കെ, പിന്നെ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചൊക്കെ ഓർമ്മ വരാനൊക്കെ ഒരു സാധ്യത, അതിനെക്കുറിച്ച് ഓർക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിലേക്ക് നിങ്ങൾ
കുറേയും കൂടെ ഫോക്കസ്ഡ് ആകാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. നിങ്ങളിൽ നിന്ന് വിട്ടു പോകുകയാണ് ആ ഒരു എനർജി. ഓക്കെ, നിങ്ങൾ ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നത് കൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഏതൊരു എനർജി നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്ന സമയമാകുമ്പോൾ വളരെ ഇന്റൻസ് ആവും. അത് പോകുന്നതിന്റെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കുക, ഓക്കെ, ഇതാണ് ഞാൻ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം ചിന്തകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞു പോയതാണ്. ഇതെന്റെ ജീവിതത്തിന്റെ എപ്പോഴത്തെയുമുള്ള പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാലത്തേക്കുമുള്ള ഒരു വ്യാഖ്യാനമല്ല. ഇത് ഞാൻ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. ഞാനത് റിലീസ് ചെയ്യുന്നു എന്നൊരു മെന്റാലിറ്റിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവുക. ഓക്കെ, അതൊരു ചാലഞ്ചായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് എംപറർ ആണ്. വളരെയധികം നിങ്ങളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ ഈ ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഈ പാസ്റ്റ് റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിനെ റിലീസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, നിങ്ങൾ എടുക്കേണ്ട നിങ്ങളുടെ തോട്ട്സ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ ആ ഒരു മെസ്കുലിൻ എനർജിയിലായിരിക്കണം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ. കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കണം വിത്ത് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ പാസ്റ്റ് എനർജീസ് ഒക്കെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതിലേക്ക് വീണ്ടും പോകാതിരിക്കുക. അങ്ങനെ ആ ഒരു എംപറർ ഡിവൈൻ മെസ്കുലിൻ എനർജിയിൽ നിങ്ങൾ ആയിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്, നിങ്ങളുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, ഇനി നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേർണിയുടെ ഒരു പീക്കിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ പീക്ക്, ആ ഒരു സെൽഫ് ലവ് ജേർണി നിങ്ങൾ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് ലവ് ലൈഫിൽ കാണുന്നത്. നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ള സമയം ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ എനിക്കൊരു പാർട്ട്ണർ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് സിംഗിൾ ആണെങ്കിൽ കേട്ടോ, എന്താ ബാക്കി എല്ലാവർക്കും പാർട്ട്നേഴ്സ് എനിക്കില്ല, അങ്ങനത്തെ ഒരു കമ്പാരിസൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓക്കെ, ആള് വരുന്ന സമയത്ത് വന്നോളും, പക്ഷെ ഞാൻ ഹാപ്പിയാണ്, ആ ഒരു എനർജിയിലാണ് നിങ്ങളായിരിക്കും. നിങ്ങൾ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, കമ്മിറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നത്, ഓക്കെ, നല്ലതല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ്, എന്തിനും ഏതിനും ആൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എനർജി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി നിങ്ങൾ ആ ഒരു എന്താ പറയാ, നിങ്ങൾ കൂടുതൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളിൽ ഡിപ്പെൻഡഡ് ആകുന്ന, പ്രത്യേകിച്ച് ഇമോഷണലി ഓക്കെ, നിങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡഡ് ആകുന്ന ഒരു എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നല്ല നമ്മൾ പറയണത്, പക്ഷെ നിങ്ങൾ ആ ഒരു മനസ്സിലാക്കാണ്, ഓക്കെ, ഇതൊരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ആണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ആളെയും കൂടെ ഡ്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് തിരുത്തുന്നു, നിങ്ങൾ അതിൽ നിന്ന് മാറുന്നു. ആ ഒരു കോഡിപെൻഡൻസ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയും നിങ്ങൾ ആ സെൽഫ് ലവ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലവ് ലൈഫിലെ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എനർജി വളരെയധികം മാഗ്നറ്റിക് ആവും, നിങ്ങൾ വളരെയധികം ഒരു അട്രാക്റ്റീവ് എനർജിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് എനർജറ്റിക്കൽ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. എന്താണ് ചാലഞ്ച്? ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരുപാട് ഗൈഡൻസസ് റിലേറ്റഡ് ടു ലവ് ലൈഫ്, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ സിംഗിൾ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പാർട്ട്ണർ വരുന്ന ഒരു മാസം ആണ് എന്ന് വിചാരിക്കും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പാർട്ട്ണറെ കണ്ടുമുട്ടുന്ന ഒരു സമയമാണെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ ആവുമ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് അവിടെ നിങ്ങൾക്ക് കൃത്യമായി ഗൈഡൻസ് തരിക, ഓക്കെ, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ത്രൂ ഇൻറ്റ്യൂഷൻ ആണ്, ത്രൂ സയൻസ്, സിൻക്രണസിറ്റീസ് ആണ്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കി അത് ഇന്റർപ്രറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചാലഞ്ച് ആയിരിക്കും. നിങ്ങൾ ആദ്യം ഇത് വിശ്വസിക്കാൻ കുറെ ബുദ്ധിമുട്ട്, പിന്നെ അങ്ങനെയല്ലേ എന്നൊക്കെ, ആ ടൈപ്പ് ഓഫ് ഒരു എനർജി
എന്നിട്ട് പിന്നെ അയ്യോ എന്നാ എനിക്ക് അങ്ങനെ തോന്നിയതായിരുന്നു, അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പിന്നെ നിങ്ങൾ അത് അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ആദ്യം ആ ഒരു ഇൻറ്റ്യൂട്ടീവ് തോട്ട് വരുമ്പോൾ അതിന് വില കൊടുക്കാണ്ട് പിന്നെ അയ്യോ അങ്ങനെ മതിയായിരുന്നു, ഈ ഒരു എനർജിയിലേക്ക് ആ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കുക. ഇൻറ്റ്യൂട്ടീവ്ലി വരുന്ന തോട്ട്സ്, അത് എത്ര നിങ്ങൾക്ക് ഒരു സെൻസ് ഇല്ലല്ലോ, ഒരു ലോജിക് ഇല്ലല്ലോ എന്ന് തോന്നിയാലും അത് അറ്റ്ലീസ്റ്റ് അപ്പൊ നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, അത് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഒരു ജേർണൽ എപ്പോഴും കയ്യിലുള്ളത് നല്ലതാണ്. അത് എഴുതി വെക്കുക, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ഡൗൺലോഡ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് തോട്ട്, ഒരു ഗൈഡൻസ് പെട്ടെന്നൊക്കെ കിട്ടുന്നത്. ചില ക്ലൂസ് ആയിരിക്കാം, ചില ടേംസ് ആയിരിക്കാം, ചിലപ്പോൾ ചില ഫ്രേസസ് ആയിരിക്കാം, ചില വാക്കുകളായിരിക്കാം, അതൊക്കെ എഴുതി വെക്കുക. ചില ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ആ കിട്ടുന്ന ക്ലൂസ് എല്ലാം തന്നെ എഴുതി വെക്കാൻ പറയുന്നു. നിങ്ങൾക്കത് ഉപകാരപ്പെടും. അത് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതാണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയമാണ് ജൂലൈ മാസം. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസോ നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സോ നിങ്ങളെ പ്രിവെന്റ് ചെയ്യരുത് എന്ന് പറയുന്നു. നിങ്ങളുടെ സെൽഫ് ലവ് ജേർണിയിലായിരിക്കുന്നതിനും നിങ്ങൾക്ക് റൈറ്റ് അറ്റൻഷൻ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ഒരു എന്താ പറയാ, അതിനെ ഒഴിവാക്കാൻ, അതിനെ അവോയ്ഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഒന്നും പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ മോസ്റ്റ് കോൺഫിഡന്റ് വേർഷനിലായിരിക്കണം നിങ്ങൾ, ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള നിങ്ങളുടെ ആ വേർഷൻ, അതിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് എന്തെങ്കിലും സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന വ്യാഖ്യാനം ശരിയാണ് എന്ന് വിചാരിക്കരുത്, എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ളത്. അത് അവരുടെ പെർസ്പെക്റ്റീവ് ആണ്. അവരുടെ പെർസ്പെക്റ്റീവിനെ ഫിക്സ് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ പ്രിൻസിപ്പിൾസ്, മോറൽസ് ആണ്. ഓക്കെ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾക്ക് വേറൊരു എക്സ്റ്റേണൽ വാലിഡേഷന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്സ്റ്റേണൽ വാലിഡേഷന്റെ ആവശ്യമില്ല. അതൊരു കാര്യത്തിൽ നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ആ ഒരു ടെൻഡൻസി ഉണ്ടാവും നിങ്ങൾക്ക്, അയ്യോ അത് പറയാൻ അങ്ങനെയാവോ, അങ്ങനെ. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കുക. അത് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആ ഒരു വേർഷനിലായിരിക്കും. ഹെൽത്തി വേർഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് അത് റിലീസ് ചെയ്യണം. അല്ലാത്തടത്തോളം ഹെൽത്തി വേർഷനിലായിരിക്കും. ഓക്കെ, അണ്ടർലൈങ് എനർജി നോക്കി 8 of Wands. അപ്പോൾ റൈറ്റ് കറണ്ട് എനർജി എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രോഗ്രസ്, ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്, പോസിറ്റീവ് മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പം കാര്യമായ പോസിറ്റീവ് ന്യൂസസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ ഉണ്ടാവും. ജൂലൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ റെഡി ആകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു സോളിറ്റ്യൂഡ് എനർജി അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി സിംഗിൾ ആണെങ്കിൽ നമുക്ക് ആ സോളിറ്റ്യൂഡ്നെസ് അവസാനിക്കുന്നതിന്റെ ഒരു സ്ട്രോങ് സൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് റെഡി ആവുക. ഞാൻ കേട്ടത് അതാണ്, ബി റെഡി. ഇനി നിങ്ങളുടെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ജൂലൈ 2026 ഗ്രൂപ്പ് 1 ലഭിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹം എന്താണ്? ക്ലാരിറ്റി, മോർ ക്ലാരിറ്റി. ഓക്കെ, ഇപ്പൊ സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി, വളരെയധികം വ്യക്തത കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം അറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സംശയങ്ങളുണ്ട്, ആ കൺഫർമേഷൻ കിട്ടുന്നു. ആ ട്രൂത്ത്, എന്തെങ്കിലും സത്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ട്രൂ ഇന്റൻഷൻ നിങ്ങളോട് എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഓക്കെ, ഇപ്പൊ വ്യക്തത വരികയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്, അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് വ്യക്തത ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ജൂലൈ മാസം. ഓക്കെ, ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഗാർഡഡ് ആകാൻ സാധ്യതയുണ്ട്. വളരെ ഗാർഡഡ് ആകുക, ഇമോഷണലി ഒരു ഡിറ്റാച്ച്ഡ് ആയ അവസ്ഥ. അതായത് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അവര് വളരെ വൾണറബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അത്രയും വിഷമമുള്ള കാര്യങ്ങൾ പറയുമ്പം ഒട്ടും ഇമോഷണലി ഒരു സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ, ഒട്ടും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കാം. ഓക്കെ, അവര് ആ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എല്ലാവരിൽ നിന്നും, ഒരു ഡിസ്റ്റന്റ് എനർജി, ഒരു കോൾഡ് എനർജി, അത് പാടില്ല എന്ന് പറയുന്നു. ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തോളൂ, അതിൽ യാതൊരു തെറ്റില്ല. ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് അത് നല്ലതാണ്.
പക്ഷെ സന്ദർഭങ്ങൾ അനുസരിച്ച് ആ ഒരു ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് പറയുന്നതിൽ ഒരു മയം വേണം എന്നാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഷാർപ്പ് ടങ്ഡ് പേഴ്സൺ എന്ന് കേൾക്കണേ, വളരെ ഷാർപ്പായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന പോലെ സംസാരിക്കുന്ന ഒരാളായിരിക്കും. അത് പക്ഷെ നാച്ചുറലി നിങ്ങൾ അങ്ങനെയായിരിക്കും, മനസ്സിലായല്ലോ. അത് അങ്ങനെ വേദനിക്കട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതായിരിക്കില്ല. അത് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു, ഒന്നും അതിനൊന്ന് മയപ്പെടുത്താൻ പറയുന്നുണ്ട് ജൂലൈ മാസത്തില്. ബൗണ്ടറീസ് ഒക്കെ, ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ ഗാർഡഡ് ആയിരിക്കരുത്. ഓക്കെ, വൻമതിലും കെട്ടിയിരിക്കരുത്. നിങ്ങളുടെ ഗൈഡൻസ് അഗെയിൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട്, ആ ഒരു കൈൻഡ് സൈഡ് ഉണ്ട്. അത് അർഹതപ്പെട്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അർഹതപ്പെട്ടവരുണ്ടല്ലോ, അത് അർഹതപ്പെട്ട സമയത്ത് എപ്പോഴാണോ അത് ആ സൈഡ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഉള്ളത്, ഒരു എംപത്തറ്റിക് സൈഡ് ഉള്ളത്, അത് വെറുതെ അല്ല, അതുകൊണ്ടൊരു പർപ്പസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അത്രയും വൾണറബിൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെ ഇങ്ങനെ വളരെ ഒരു കോൾഡ് ആയിട്ട് നിൽക്കാതെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ, നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുണയൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടവർക്ക് എക്സ്പ്രസ് ചെയ്യുക. അത് ആരാണോ അർഹിക്കുന്നത് അവരിൽ അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. അതിങ്ങനെ മൂടി വെക്കാനുള്ളതല്ലാണ്. ആ ഒരു സൈഡ്, നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ്, അത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അർഹതയുള്ളവരുണ്ട്. അവർക്ക് മുന്നിൽ ആ നിങ്ങളുടെ സോഫ്റ്റ് സൈഡ് ആണ് നിങ്ങൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ സോഫ്റ്റ് സൈഡിലാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനും പറയുന്നുണ്ട്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നും കൂടെ കിട്ടുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ ഓരോ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ചില ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസസ് ഉണ്ടായിരിക്കും. അത് വിശ്വസിക്കണം. അപ്പൊ നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഒരു മറുപടി പറയാൻ പോകുന്നതിനുള്ളിൽ അങ്ങനെ വേണ്ട, കുറച്ചൊന്ന് ഭയപ്പെടൂ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കും. ഓക്കെ, ആ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുക, അത് യൂണിവേഴ്സ് ആണ് പറയുന്നത് നിങ്ങളോട് ഒന്ന് മയത്തിലാവാൻ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാം, ബിഹേവ് ചെയ്യാം. ഓക്കെ, ഇനി ഫാമിലി റിലേഷൻസ്, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ജൂലൈ 2026 ഗ്രൂപ്പ് 1 ലഭിക്കാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്? ഹാർമണി, എനിക്ക് അതാണ് കിട്ടിയത്. ഹാർമണി, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സമയം, വളരെ സ്വസ്ഥമായ ഒരു സമയം. ഓക്കെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആണ് നിങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊക്കെ മാറി കുറെ കൂടെ ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞൊരു സമയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രയോറിറ്റൈസ് യുവർസെൽഫ്. നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ നെഗ്ലക്ട് ചെയ്ത് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെ പോലും നിങ്ങൾ മാറ്റിവെക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും മാറ്റി വെച്ച് നിങ്ങൾ അവിടെ ഒരു എന്താ പറയണ്ടേ, അതിനെ പൂർണ്ണമായും നെഗ്ലക്ട് ചെയ്ത്, നിങ്ങളെ തന്നെ നെഗ്ലക്ട് ചെയ്ത് ഫാമിലിക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പാടില്ല. ഓക്കെ, അത് പാടില്ല എന്ന് പറയുന്നു. ഫാമിലിക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കണം ഓഫ് കോഴ്സ്, പക്ഷെ അവിടെ അത് നമ്മളുടെ ആ ഒരു സെൽഫ് ടൈം, ഓക്കെ, നമ്മളുടെ ആ ഒരു ഹെൽത്ത്, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാകുന്ന മനസ്സമാധാനം, അതിനെയൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടല്ല നമ്മൾ ഫാമിലിക്ക് അവൈലബിൾ ആകേണ്ടത്. അത് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഫാമിലിയെ സ്നേഹിക്കുക, അതോടൊപ്പം സെൽഫ് ലവ് ഉണ്ട് എന്നും കൂടെ ഉറപ്പുവരുത്തണം. സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 33 ആണ് അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം. യൂണിവേഴ്സിന്റെ ഗൈഡൻസ് തന്നെയാണ്, സ്ട്രേറ്റ് ഗൈഡൻസ് ആണത് നിങ്ങൾക്ക്. നിങ്ങളോട് പറയുന്നത് ഫോക്കസ് ഓൺ ദ സൈൻസ് ദാറ്റ് യു ആർ റിസീവിങ്. ഓക്കെ, ഈ ഫാമിലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ധൈര്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. കൺഫർമേഷൻസ് വേണമെങ്കിൽ, ക്ലാരിറ്റി വേണമെങ്കിൽ, യൂണിവേഴ്സിന്റേതായ രീതിയിൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കൊണ്ടുതരുന്നതാണ്, നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻസ് കൊണ്ടുതരുന്നതാണ്. ഓക്കെ, ഒബ്സർവിങ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ബി വെരി ഒബ്സർവിങ്, ബ്ലൈൻഡ് ആയി പോകരുത്. സ്നേഹം കൊണ്ട് ഇങ്ങനെ അന്ധമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. വളരെയധികം ഒബ്സർവിങ് ആയിരിക്കും. നിങ്ങൾക്ക് നാച്ചുറലി ആളുകളെ ഒബ്സർവ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉള്ള, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാച്ചുറലി ആളുകളെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിൽ നിങ്ങൾ ആ ഒരു സ്കിൽ നന്നായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് ജൂലൈ മാസം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതാണ്, എന്തുകൊണ്ടോന്നൊന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. പിന്നെ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക, സ്വയം നെഗ്ലക്ട് ചെയ്തിട്ട് ഫാമിലിനെ ഹാപ്പി ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
നമ്മളെ ഒരു എന്താ പറയണ്ടേ, നമുക്കൊരു ദോഷം വരുന്ന സ്റ്റേജിലായിട്ട് ഫാമിലിക്ക് നല്ലത് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുതെന്ന്. അത് അൺഹെൽത്തി ആണ്. ഫാമിലിക്ക് നല്ലത് ചെയ്യുന്നതിനൊപ്പം നമ്മളൊരു സേഫ് സൈഡിലാണ്. ഓക്കെ, നമ്മൾ സ്വയം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, ഇതും കൂടെ ഉറപ്പുവരുത്തണം. ആ ഒരു ബാലൻസ് അവിടെ ഉണ്ടാവണം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പൊ നമ്മളിനി എന്താ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും ഇതിലുണ്ടായിരിക്കണം. നമുക്ക് കിട്ടുന്ന ഡേറ്റ് അതുപോലെ വീക്ക് ഡേയ്സ് എല്ലാം ഈ ഒരു മാസവുമായിട്ട് മാസത്തിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികളും ദിവസങ്ങളുമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ഒരു ഫയൽ നിങ്ങളുടേതാകുക. ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 3, 5, 8, 28, 29, 31. ഓക്കെ, വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്. വൃശ്ചികം രാശി നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് വൃശ്ചിക രാശിയിലായിരിക്കണം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾ മകയിരം, ഭരണി, ചിത്തിര, മൂലം, ഞായർ, ശനി. ഓക്കെ, ദിവസങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാസങ്ങൾ കിട്ടിയിട്ടുള്ളത് വൃശ്ചികം, ധനു, കർക്കടകം, മീനം. ഇതിൽ നിങ്ങൾ ജനിച്ച മാസം ഉണ്ടാകാട്ടെ. പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓ, വ, ഐ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. കമന്റ്സിലെ കോൺടാക്ട്സിനൊപ്പം തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് നൽകുന്ന പ്രധാനപ്പെട്ട വ്യക്തിഗത ടാറോ റീഡിംഗ് സർവീസുകളുടെ ഒരു വിവരണവും കൊടുത്തിട്ടുണ്ട്. പിൻഡ് ആയിട്ട് ആ കമന്റ് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ആ കമന്റ് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ മാസത്തിന്റെയും അവസാനത്തെ ഒരു എന്താ പറയണ്ടേ 10 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന പോലെ അടുത്ത മാസത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ റീഡിംഗ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പൊ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആ റീഡിംഗ് ബുക്ക് ചെയ്യാം. ജൂലൈ 10 വരെ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. വളരെ നല്ല, ഒരുപാട് സന്തോഷം നിറഞ്ഞ, നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജൂലൈ 2026 നിങ്ങൾക്ക് ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂലൈ മാസം
എങ്ങനെയാകും? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഏഞ്ചലിക് വൈബ്രേഷൻ ഒറക്കിൾ കാർഡ് എടുത്തിട്ട് ജൂലൈ മാസത്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു തീം, ഒരു പൊതുവെ, അതായത് ജൂലൈ മാസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് അവരുടെ ജൂലൈ 2026 അവരുടെ ഒരു ജനറൽ തീം എന്താണ്, എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് നൽകാനുള്ളത്? ഓക്കെ, ബാലൻസ്, കാർഡ് നമ്പർ 25. ഓക്കെ, ഇതില് നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ബാലൻസ്, ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്താൻ പറയുന്നു. നിങ്ങൾക്കത് വളരെ ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകാമെങ്കിലും നിങ്ങളുടെ ഏഞ്ചൽസ് പറയാണ് അത് പോസിബിൾ ആണ്. അപ്പൊ അതിന് എന്ത് വേണം, ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്തിലൊക്കെ ട്രിഗേർഡ് ആകുന്നു, ഓക്കെ, നിങ്ങളിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ജൂലൈ മാസത്തിൽ പോകാൻ. അപ്പൊ ജൂലൈ മാസത്തിലെ പല എക്സ്പീരിയൻസസും ഈ പറയുന്ന പോലെ നിങ്ങളിൽ വരുത്തേണ്ട ആ ഒരു ഹെൽത്തി ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ആ ചേഞ്ച്, അത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒഫൻഡഡ് ആകാതെ, ഓക്കെ, ഇത് എന്റെ ഉള്ളിൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് യൂണിവേഴ്സ് കാണിച്ചു തന്നതാണ്, ഏഞ്ചൽസ് എനിക്ക് കാണിച്ചു തന്നതാണ് എന്ന രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസിനെ നോക്കി കാണുക. അതനുസരിച്ച് ആ ഒരു ചേഞ്ച് എന്താണോ വേണ്ടത് ആ മാറ്റത്തിനെ കൊണ്ടുവരുന്നതിനായിട്ട് പരിശ്രമിക്കുക. ഇതാണ് നിങ്ങളുടെ ഒരു ജനറൽ തീം. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും കൂടെ നിങ്ങളുടെ ഏഞ്ചൽസ് പറഞ്ഞു വെക്കുകയാണ്. ഇനി നമ്മൾ ജനറൽ ലൈഫിന്റെ ഒരു എനർജി എടുക്കുന്നു. അപ്പോ ജൂലൈ 2026 ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മേജർ ബ്ലെസ്സിങ് എന്താകും? ഓക്കെ, challenge, guidance. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് നല്ലതാണെന്ന് കാണുന്നു. നിങ്ങൾ കുറേ കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു റൈറ്റ് പാത്തിലാണ് എന്ന് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു റൈറ്റ് പാത്തിലാണ്, നിങ്ങളുടെ എനർജി കുറേ കൂടെ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് എന്ന് കാണുന്നു. അല്ലെങ്കിൽ ഇത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക, ആ എനർജിയിലായിരിക്കണം നിങ്ങൾ ജൂലൈയിലേക്ക് കടക്കേണ്ടത്. അത് ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് 3 of Swords plus 8 of Wands ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, നിങ്ങൾ ഒന്നിൽ കൂടുതൽ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കുറച്ചൊരു മനോവിഷമത്തിലിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, മൂവ് ഓൺ ചെയ്യുന്നു, ഹീൽ ആകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം, ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യത വളരെയധികം ഉള്ള ഒരു സമയമാണ് ജൂലൈ മാസം. ഓക്കെ, അപ്പൊ ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വിഷമങ്ങളിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഹീൽ ആകും, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് ആ സെയിം സിറ്റുവേഷൻസിൽ. എവിടൊക്കെയാണോ നിങ്ങൾക്ക് ആ ഒരു മനോവിഷമം ഉള്ളത്, ഒരു അത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അവിടെയാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് സംഭവിക്കുക എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എവിടേക്കാണോ നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, സങ്കടം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ മേഖലകളിലാണ് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ചസ്, ഓക്കെ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല വാർത്തകൾ ഒക്കെ കേൾക്കാനായിട്ട് സാധ്യത കാണുന്നത്. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ, നിങ്ങളുടെ ജൂലൈ മാസത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നേരിടാൻ, അത് അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എനർജറ്റിക്കലി അതിന് റെഡിയാണ്. ആ ഒരു ആത്മവിശ്വാസം നിലനിർത്താൻ നിങ്ങളിന്ന് കഷ്ടപ്പെടും. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച്. പലപ്പോഴും നിങ്ങൾ ഞാൻ ഇതിന് റെഡിയാണോ എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാം.
ഓക്കെ. അപ്പൊ ഇപ്പോഴെങ്കിലും ആ തോട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് വേണം, ഞാൻ ഇതിന് റെഡിയാണ്. ജൂലൈ മാസത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനും ഞാൻ റെഡിയാണ് എന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നിങ്ങൾ അതിങ്ങനെ നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. ഒരു അഫർമേഷൻസ് പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അത് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അനുഭവങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ, അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അഫർമേഷനോട് കൂടെ ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ജൂലൈ മാസത്തില്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ്, അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, ഓക്കെ, അൺഹെൽത്തി ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള ചില ഹാബിറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയേഴ്സ്, അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളിൽ തന്നെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ, തോട്ട് പാറ്റേൺ, പിന്നെ ചിലപ്പോൾ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിരിക്കാം, ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിരിക്കാം. ഓക്കെ. അതിൽ നിന്നൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അത് ചിന്തകളായിരിക്കാം, നമ്മൾ ഒരു പെരുമാറുന്ന രീതിയായിരിക്കാം, ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിരിക്കാം, ഓക്കെ, നമ്മുടെ ഭക്ഷണക്രമങ്ങളിലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിൽ ദിനചര്യകളിലായിരിക്കാം. അവിടെ എവിടേക്കാണോ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. ഓക്കെ. അവിടെ ഒരു ഹെൽത്തി ചേഞ്ച് കൊണ്ടുവരാം. അഗെയിൻ ഈ കാർഡിനത് ഡെഫിനറ്റ്ലി അത് കണക്ട് ചെയ്യുന്നുണ്ട്. ബാലൻസ്, എല്ലാവരുടെയും ഒരു ബാലൻസ്. പിന്നെ എനിക്കിത് കാണുമ്പോൾ ജസ്റ്റിസ് എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഒരു അൺബാലൻസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നത് അവിടെ ആ ഒരു ബാലൻസ്, ആ ഒരു ജസ്റ്റിസ് കൊണ്ടുവരുന്നു, അവിടെ ആ ഒരു നീതി നടപ്പാക്കുന്ന ഒരു മാസം. ആ ഒരു എനർജിയും കൂടെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി കരിയർ. ജൂലൈ 2026 കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ലഭിക്കാൻ സാധ്യതയുള്ള മേജർ ബ്ലെസ്സിങ്. ഓക്കെ. ചാലഞ്ച്, ഗൈഡൻസ്. അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ലോ മൂവിങ് എനർജിയിലാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് ഒരു ഗോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമിക്കുന്നുണ്ട് ക്ഷമയോടെ. നിങ്ങൾ ധൃതി വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ. മാക്സിമം കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ എന്താണോ ഗോൾ അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരുപാട് ഡിലേസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ ലക്ഷ്യത്തിനെ ഒന്നെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലാതെ അതിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ അതിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടുള്ള ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക, അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു കറന്റ് സ്റ്റേറ്റ് കാണുന്നത്. ഇനി ജൂലൈ മാസത്തില് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്, അതിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗോൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അത് ആ ഒരു പരിശ്രമത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം എന്ന് കിട്ടുന്നു. ഓക്കെ. ഒരു ബിഗിനർ ലെവൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബിഗിനർ ലെവൽ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നിങ്ങൾ എന്താണോ അതിൽ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്ത് ആഗ്രഹം വെച്ചുകൊണ്ടാണോ ഈ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചത്, അതിലേക്ക് എത്താനും അതിനേക്കാൾ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് കരിയറിൽ പോകാനും എന്താ പറയുക സാധ്യതയുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നതെന്ന് കാണുന്നു. ബിഗിനർ ലെവൽ ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്, പക്ഷെ അതിനെ വിട്ടുകളയാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് കാണുന്നുണ്ട്. ഓക്കെ. കാരണം നിങ്ങൾക്ക് ഒരുപാട് അതിലൂടെ സക്സസും പ്രോസ്പെറിറ്റിയും ഒക്കെ നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. അത് നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുന്നു. ഓവർ തിങ്ക് ചെയ്യരുത്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇത് വേണോ, വേറെ ആയാലോ, ഇതിനേക്കാൾ നല്ലത് വന്നാലോ, ഇനി കുറച്ചും കൂടെ കാത്തിരുന്നാലോ, ഇതല്ല ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ കുറെ ചിന്തകള്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ നഷ്ടപ്പെടുത്താൻ ഒരു സാധ്യത ഉണ്ട്. ഓക്കെ. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. അപ്പൊ നിങ്ങൾ എന്ത് വേണം, അത്തരം ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ പറ്റണം. ഓക്കെ. ഇതാണ് ബിഗിനർ ലെവൽ ആണെങ്കിലും ഇതെനിക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇത് എനിക്ക് എന്റെ ലൈഫിലേക്ക് യൂണിവേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതെനിക്ക് നല്ലതായിരിക്കും, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് എത്താൻ ഇതെന്നെ സഹായിക്കും ഡെഫിനറ്റ്ലി. ആ ഒരു ബോധ്യത്തോടെ അതിനെ സ്വീകരിക്കാം. അവിടെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യണ്ട, കൺഫ്യൂസ്ഡ് ആകണ്ട.
ചിലപ്പോൾ പലരും പലതരത്തിലുള്ള ഇതെന്തിനാ ഇതിലേക്ക് ഫോക്കസ് ചെയ്തതിനേക്കാൾ നല്ലത് നോക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്താണ് ഇതിലേക്ക് സെറ്റിൽ ആയത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, വൺസ് നിങ്ങൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് അയ്യോ ഞാൻ സ്വീകരിച്ചത് തെറ്റായി പോയോ, ഇനി വെയിറ്റ് ചെയ്യണമായിരുന്നു, ഇങ്ങനത്തെ കുറെ ചിന്തകൾ, അതൊന്നും വേണ്ട. ഇനി ഇതിന് നല്ലത് വന്നാലോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഇതാണ് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു മെന്റാലിറ്റി ആയിരിക്കണം. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഏസ് ഓഫ് വാണ്ട്സ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയോ പ്രതീക്ഷിക്കുന്ന സമയത്തോ അല്ല നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. പക്ഷെ എന്ത് തന്നെ മാറ്റങ്ങളാണോ വരുന്നത്, എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണോ നിങ്ങളെ തേടി എത്തുന്നത്, അതിലൂടെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്നതിനും കരിയറിൽ ഒരുപാട് നിങ്ങൾ വളരുന്നതിനും സാധ്യതയുണ്ട്. പുരോഗതി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കർമ്മ പുരോഗതിയും കർമ്മ വിജയവും നിങ്ങൾക്ക് അതിലൂടെ ഡെഫിനറ്റ്ലി ഉണ്ടാകും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ല, പ്രതീക്ഷിക്കുന്ന സമയത്ത് വന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അതിനെ വിട്ടുകളയാതിരിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെ വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്. അതിലേക്കാണ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നടന്നെത്തുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ തന്നെ നിങ്ങൾ അതിൽ മുന്നോട്ട് പോകും. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിലിപ്പോ കയറി എപ്പോ ഇതൊക്കെ നടക്കാനാ എന്നൊക്കെ. അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഭാവിയിൽ എന്താണ് ഇരിക്കണേ എന്നുള്ളത്. പക്ഷെ യൂണിവേഴ്സിന് അറിയാം. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നല്ലത്, അതാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ സ്വീകരിക്കാം. ഓക്കെ, ഇനി ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയാണെന്ന് നോക്കാം. 2026 ജൂലൈ മാസത്തില് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 ലഭിക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് 1 അനുഗ്രഹം എന്താണ്? ക്ലാരിഫൈ ദ 8 of cups. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫൈനാൻസിൽ ഒരു നീക്കുപോക്കില്ല, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് മൊമെന്റ് ഇല്ല, ഒരു സ്റ്റക്ക് എനർജിയാണ്. അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ആയിരിക്കാം, അപ്പൊ അതിൽ കാര്യമായ ഒരു വരുമാനം കിട്ടുന്നില്ല, ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുക. ഓക്കെ, നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും റിസൾട്ട് കാണുന്നില്ല, അങ്ങനത്തെ ഒരു എനർജി ആണ് ഇപ്പോൾ എങ്കിൽ അതിന്റെ മാറ്റം വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ എനർജറ്റിക്കലി ഇപ്പോൾ അലൈൻഡ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്, അതിലേക്ക് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു ബാലൻസ്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ കാണുന്നില്ല ഈ ഒരു മാറ്റം സംഭവിക്കുന്ന, നിങ്ങൾ കാണുന്നില്ല എന്നും കൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആണ്. ഡെഫിനറ്റ്ലി ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന്, ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നുണ്ട്. ഓക്കെ, ആ പുറത്ത് കടക്കുന്നതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾക്ക് അത്രയും ഫേവറബിൾ അല്ലാത്ത ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിൽ നിന്ന് ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് തന്നെ അത് ഉണ്ടാകുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്, മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ചാലഞ്ച് കാർഡ് നിലത്താണ് കിടക്കുന്നത്, അതിനെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ചാലഞ്ച് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫേസ് എന്താണോ, നിങ്ങൾ ഏത് ഘട്ടത്തിലാണോ ഇരിക്കുന്നത്, അത് അവസാനിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കാണ്. പക്ഷെ അതെങ്ങനെ ചാലഞ്ച് ആവണമെന്ന് വെച്ചാൽ, അത് പുറത്തു കടന്നു എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വരാതിരിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ മറന്നു പോകുന്ന ഒരു എനർജി. നിങ്ങൾക്ക് കുറെ കൂടെ കരിയർ, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ട് കുറെ കൂടി ഒരു ഭദ്രതയും സുരക്ഷിതത്വവും ഒക്കെ നിങ്ങൾക്ക് ജൂലൈയിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച്, അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചു നാളത്തേക്കാണോ, വീണ്ടും ഞാൻ പഴയ പോലെ ആവോ, പഴയ പോലത്തെ അവസ്ഥയിലേക്ക് പോവോ എന്നുള്ള ഒരു ഭയം നിങ്ങളെ വിടാതെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ഏതൊരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറുന്നത്, ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം, അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അതാണ് നിങ്ങളുടെ ഇനി തൊട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുടെ എന്താ പറയണ്ടേ പെർമനന്റ് സ്റ്റേറ്റ്. അതാണ് നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള അവസ്ഥ. ഇതുവരെ ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോയി, അത് തിരിച്ചു വരാനുള്ളതല്ല. ഓക്കെ, അത് കഴിഞ്ഞു പോയതാണ്. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകുക. ഗൈഡൻസ്
നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു. വേറൊരു മെസ്സേജ് കേട്ടത്, നിങ്ങൾ എത്രത്തോളം ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അബണ്ടന്റ് എനർജിയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യും എന്നും കൂടെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാണ്. സ്നേഹമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തും അത് നിങ്ങൾക്ക് നന്നായി എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ലൈഫിലെ പല എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഇപ്പൊ നിങ്ങൾ ഈ ഒരു എനർജിയിലല്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും എത്രത്തോളം ആ ഒരു സങ്കടം ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, എന്തൊരു വികാരമാണെങ്കിലും നിങ്ങൾ അത് മുഴുവനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങളിതിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അതിനെ അടിച്ചമർത്തി വെക്കുക എന്ന് പറയില്ലേ, അത് പാടില്ല എന്ന് പറയുന്നു. സ്നേഹമുള്ളപ്പോൾ സ്നേഹം കാണിക്കുക. മനസ്സിലായില്ലേ? സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക. സങ്കടം വരുമ്പോൾ സങ്കടം പ്രകടിപ്പിക്കുക. ദേഷ്യം വരുമ്പോൾ ദേഷ്യമായാലും കാണിക്കുക. അത് ഈ പറയുന്ന പോലെ ഒരു ഹെൽത്തി ആയ രീതിയിൽ കാണിക്കുക. പക്ഷെ അത് കാണിക്കണം. അതിങ്ങനെ എന്താ പറയാ, സപ്രസ് ചെയ്ത് വെക്കരുതെന്ന് പറയുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ആ ഒരു സമ്പത്തിന്റെ ഒഴുക്കിനെ പോലെ അത് തടഞ്ഞു നിർത്തുന്നുണ്ട്. എനർജറ്റിക്കൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അത് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് മാക്സിമം ഇമോഷണലി എക്സ്പ്രസീവ് ആവാനാണ് പറയുന്നത്. ഇനി ലവ് ലൈഫ്, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ജൂലൈ 2026 ഗ്രൂപ്പ് 2 ലഭിക്കാൻ സാധ്യതയുള്ള മേജർ ബ്ലെസ്സിങ് എന്താണ്? സമാധാനം നിറഞ്ഞൊരു സമയം. പ്രണയ ജീവിതത്തിലെ വളരെ സമാധാനം നിറഞ്ഞൊരു സമയമാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ചാലഞ്ച്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ ഒരവസ്ഥയും കാണുന്നുണ്ട്. ഓക്കെ, അതായത് അണ്ടർലൈങ് എനർജി 3 of Swords ആണ്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ഒരു ഹാർട്ട് ബ്രേക്ക് എനർജി ഉണ്ട്. ഒന്നുകിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ ലൈഫിൽ ഇല്ലാത്തതിന്റെ ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു ബന്ധം ഉണ്ടായിരുന്നു, പ്രണയബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹബന്ധം ഉണ്ടായിരുന്നു, അത് വേർപെട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ട് താല്പര്യത്തിലല്ല അത് പോയിട്ടുള്ളത്. അതിന്റെ ഒരു വിഷമവും സങ്കടവും നിരാശയും ഒക്കെ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നു. ഈ ഒരു ജൂലൈ മാസത്തില് നിങ്ങൾ കുറേം കൂടെ അതിനോട് പൊരുത്തപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കുറേയൊക്കെ ഒഴിയുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ, അതായത് പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരം ഒരു സിറ്റുവേഷൻ, സന്ദർഭങ്ങളായിരിക്കും. അപ്പൊ അവിടെ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ കുറേം കൂടെ ആ ഒരു, ഇപ്പൊ ഒരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ പൊരുത്തപ്പെടുകയാണ്. അത് സംഭവിച്ചു, യെസ്, പക്ഷെ അത് അവസാനമല്ല എന്നുള്ള ഒരു എനർജി. ഓക്കെ, അതിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആ ഒരു പൊരുത്തപ്പെട്ട ഒരു പീസ്ഫുൾ എനർജിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞുപോയ ആ ഒരു കാലത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ആ ഒറ്റയ്ക്കാണല്ലോ, ആ ഒരു ചിന്തകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാനൊരു സാധ്യത കാണുന്നു. അത് പ്രത്യേകിച്ച് കടന്നു വരുന്നത് മറ്റുള്ളവരെ, ഇപ്പോ നിങ്ങൾ ഒരു അനാവശ്യമായിട്ട് കമ്പാരിസൺ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ എക്സ് പാർട്ട്ണർ, ഓക്കെ, അവരെ ചിലപ്പോൾ ലൈഫിൽ അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് കടന്നതിന്റെയോ അങ്ങനെ അവർ മൂവ് ഓൺ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അതിനെ കുറിച്ച് കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സങ്കടവും നിരാശയും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഇതുപോലെ അവർ ഒരു റിലേഷൻഷിപ്പിലായി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അറിയുമ്പം അപ്പോൾ നിങ്ങൾ എനിക്കായില്ലല്ലോ, ആ ഒരു നിരാശയും നിങ്ങൾ ഇടയ്ക്ക് അതിങ്ങനെ വന്ന് ആ ഒരു എനർജി ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണോ അങ്ങനത്തെ ചിന്തകൾ വരുന്നത്, നിങ്ങൾ സ്വയം പറയേണ്ടത്, എനിക്ക് ആരാണോ യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത് ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കറക്റ്റ് ടൈമിൽ വന്നിരിക്കും. ഞാൻ ധൃതി വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് നടക്കേണ്ട സമയത്ത് നടക്കുമ്പോഴാണ് അതെനിക്ക് ഏറ്റവും നല്ല അനുഭവമായിട്ട് മാറുക. അത് നിങ്ങൾ സ്വയം അവിടെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനെ തിരുത്തേണ്ടതാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം തിരുത്താനായിട്ട്. അല്ലാതെ ആ ഒരു വിക്ടിം എനർജിയിൽ ഇരിക്കരുത്. സങ്കടപ്പെട്ട് സ്വയം സഹതപിച്ചിരിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയല്ല. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ യാത്ര വ്യത്യസ്തമാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ പലരുടെയും ലൈഫ് വളരെ പെർഫെക്റ്റ് ആണ്, വളരെ ഹാപ്പി ആണെന്ന് തോന്നുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അവർക്കും അവരുടേതായ ചാലഞ്ചസ് ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ വിഷമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കമ്പയർ ചെയ്യുന്ന നിർത്തുക. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളുകളാണെങ്കിൽ
ദയവ് ചെയ്ത് അതിൽ കാണുന്ന ലൈഫോ അത് റിയാലിറ്റി ആണല്ലോ, അവരെന്ത് നല്ല ലൈഫാണ്, എൻ്റെ ഇങ്ങനെ ആയാലും ആ ഒരു കമ്പാരിസൺ ചെയ്യാതെ ഇരിക്കുക. അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കാം. സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടന്റ് വ്യൂസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കുറെയൊക്കെ അതൊക്കെ സ്റ്റേജ്ഡ് ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ മാത്രമല്ല അവര് വ്യൂസ്, അവരവിടെ അവരുടെ കണ്ടന്റ് അവർ ആക്ച്വലി സർക്കുലേറ്റ് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് അവരുടേതായ ഗോൾസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ഗോൾസ് ഉണ്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേഷനിലൂടെ അവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസുകൾ ഉണ്ടായിരിക്കും. വ്യൂസ് കൂട്ടുക, എൻഗേജ്മെന്റ് കൂട്ടുക, അതിനൊക്കെ വേണ്ടുന്ന കണ്ടന്റുകളാണ് അവരവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ദയവ് ചെയ്ത് ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കാം. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതൊരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ വെരി എൻഡിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസ് അവസാനിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം. അതിന്റെ വെരി എൻഡിലാണ് എന്ന് കരുതി ഇതിൽ ഇത്രയും നാളുണ്ടായ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. അല്ലാതെ അതിൽ നിന്നുള്ള ഒരു ഭയം അല്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു സംഭവങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഇനി ഒരു പ്രണയം എന്ന് ആലോചിക്കുമ്പോൾ ഭയം ഉണ്ടാവുക, ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പേടി ഉണ്ടാവുക, അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കണം. ആ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ റെഡി ആയിരിക്കണം. പക്ഷേ നിങ്ങൾ എന്ത് പാഠങ്ങളാണോ ഇതുവരെ പഠിച്ചത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, ആ പാഠങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം മുന്നോട്ട് പോകുമ്പോൾ. അതവിടെ പഠിച്ചവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല, അത് നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി സൗഹൃദങ്ങള്. സൗഹൃദങ്ങൾ കുറേയും കൂടെ നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേയും കൂടെ ഒരു ലൈറ്റ് വെയിറ്റ് എനർജിയാണ്. ഓക്കെ, കുറേയും കൂടെ നല്ല സന്തോഷം നിറഞ്ഞ സമയങ്ങൾ, ഫൺ ടൈംസ് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജൂലൈ മാസത്തില്. ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആവുക എന്നൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വരുന്ന ആ സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസസിനെയും അതിനെ സ്വീകരിക്കുക, അതിൽ എൻജോയ് ചെയ്യുക, അതിൽ ആ ഒരു ഹാപ്പി മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, പോവുക. ഓരോ എക്സ്പീരിയൻസിനെയും അത് പേഴ്സണലൈസ് ചെയ്യേണ്ടത്, വ്യക്തിപരമായി കാണാതെ അതിനെ എൻജോയ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ അങ്ങനെ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം. അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഓക്കെ, പുതിയ സൗഹൃദങ്ങൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്ത ഒരു ടൈപ്പ് പേഴ്സൺ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സുഹൃത്തായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയാ, ആ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കുക. ഞാൻ ഇങ്ങനത്തെ എന്റെ ഫ്രണ്ട്സ് ഇതുപോലെയാണ്, നിങ്ങൾ അതുപോലെ അല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെ പാടില്ല. കടുംപിടുത്തം പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വരുന്ന രീതിയിലുള്ള ചില എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുമായിട്ടൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വരുമ്പോ അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ വളരെ നല്ലൊരു എനർജിയിലാണ് ഫ്രണ്ട് സർക്കിളിൽ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ കൂടുതൽ എൻജോയ്മെന്റ്, കൂടുതൽ ഹാപ്പിനെസ്, ഓക്കെ, കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുക ഈ പറയുന്ന ഈ കംഫർട്ട് സോണ് പുറത്ത് വരുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. ചിലപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടായിരിക്കും, കലാപരമായിട്ടായിരിക്കും. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങൾ അതിനെ എന്താ പറയുക, പുഷ് ചെയ്യുക. അതൊരു ചാൻസ് എടുക്കുക. ഓക്കെ, അതുപോലെ ഒരു എന്താ പറയാ, പുതിയ സൗഹൃദങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നുണ്ട്. റൈറ്റ് അവേ അവരെ സുഹൃത്തായി സ്വീകരിക്കണം എന്നല്ല പറയണേ, പക്ഷെ അങ്ങനത്തെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു നിങ്ങളുടെ വൈബിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്കെതിരെ ഒരു കോട്ടമതിലും കെട്ടിയിരിക്കാനും പാടില്ല. അവരുമായി പരിചയപ്പെടുക, സംസാരിക്കുക. നിങ്ങൾക്ക് ഒട്ടും അവരായിട്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അവരെ സുഹൃത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആണ് ഉള്ളത്, അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഒരു വൈബ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രീതി അങ്ങനെയല്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഫ്രണ്ട് ആവാൻ പറ്റില്ല, അങ്ങനത്തെ പിടിവാശി പാടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. പിന്നെ നീ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ അവസരം, അത് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെയാണ് വരുന്നത്, അത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ബി പേഷ്യന്റ്, ക്ഷമയോടായിരിക്കാം, ഒരു ക്ഷമ വേണം. ഓക്കെ, ഫ്രണ്ട്സിന്റെ അടുത്തായിക്കോട്ടെ, അവര് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ആയിക്കോട്ടെ, ഒരു പേഷ്യന്റ് എനർജിയിൽ നിൽക്കുക. ഓക്കെ, ഒന്നിനും ധൃതി വെക്കേണ്ട ആവശ്യമില്ല.
കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടെ കേൾക്കുക, അതിനെ ക്ഷമയോടെ പ്രോസസ്സ് ചെയ്യുക, അങ്ങനെ. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുക, മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ ഉത്തരം പറയുക, അത് പാടില്ല എന്ന് പറയുന്നു. ഒരു പീസ്ഫുൾ എനർജിയിൽ നിങ്ങൾ നിൽക്കണം, ഒരു പേഷ്യന്റ് എനർജിയിൽ നിങ്ങൾ നിൽക്കണം. ഓക്കെ, ഇനി ഫാമിലി റിലേഷൻസ് നോക്കാം. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജൂലൈ മാസത്തില് ഗ്രൂപ്പ് 2 ലഭിക്കാനിരിക്കുന്ന മേജർ ബ്ലെസ്സിങ് എന്താണ്? കിങ് ഓഫ് സോർഡ്സ്. King of Swords. നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നാളും ഒരു ചാലഞ്ചായി നിന്നിരുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അവിടെ എന്താ പറയാ നോ പറയാൻ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം. ഓക്കെ, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, നിങ്ങൾ ചൂഷണം ചെയ്യാണെന്ന് അറിഞ്ഞാലും അയ്യോ ബന്ധാണല്ലോ, കുടുംബ ബന്ധത്തിലുള്ളതല്ലേ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളല്ലേ, ബന്ധുവല്ലേ എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നത് എന്തും അല്ലെങ്കിൽ പറയുന്നത് എന്തും ഇങ്ങനെ മിണ്ടാതെ കേട്ട് നിൽക്കുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഓക്കെ, അങ്ങനെ മറ്റുള്ളവരെ നിങ്ങളെ ചൂഷണം ചെയ്യാനും നിങ്ങളെ അവരുടെ രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാനും അവർക്ക് തോന്നുന്ന പോലെ നിങ്ങളോട് എന്തൊക്കെ പറയാനും ഒക്കെ നിങ്ങളൊരു അനുവാദം കൊടുത്തിരുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്. നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുന്നു, ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചൂഷണം ചെയ്തവർക്കൊന്നും ഇനി നിങ്ങൾ അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, കുറേയും കൂടെ മെച്ചുവർ ആയിട്ട് വളരെ ഒരു നിങ്ങൾ അതിനെ ആക്രോശിക്കണമൊന്നുമില്ല, ഷൗട്ട് ചെയ്യണമൊന്നുമില്ല, വളരെ ഒരു സീരിയസ് എനർജിയിൽ ഇരുന്ന് വളരെ മെച്ചുവർ ആയിട്ടാണ് നിങ്ങൾ ഇത്തരം സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതായിക്കോട്ടെ, നോ പറയുന്നതായിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾ ഒരു വളരെ ഒരു പക്വതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ആളുകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ചൂഷണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ ഇമോഷൻസിനെ വകവെക്കാതെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്, അവർക്കൊക്കെ കൃത്യമായ മെസ്സേജ് കിട്ടുന്നുണ്ട്, ഇനി അങ്ങനെ എന്നെ കിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മേജർ ചാലഞ്ച്. മേജർ ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് കിങ് ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ് ആണ്. ചില ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ്, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത്. കാരണം ഈ പറയുന്ന ആരാണോ ഈ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചില ബന്ധങ്ങൾ. ഓക്കെ, അതായത് അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കാര്യമായ ഡിസ്റ്റൻസ് നിങ്ങൾ കൊണ്ടുവരികയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇവർ അവൈലബിൾ അല്ല. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇവര് മൂലമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങൾ സ്നേഹം കൊണ്ടാണ് അവരൊക്കെ വീണ്ടും വീണ്ടും അവസരം കൊടുത്തിരുന്നത്. പക്ഷെ നിങ്ങൾ അതിപ്പോ തിരിച്ചറിയുന്നത് ശരിയല്ല. അവിടെ വേദനിക്കുന്നത് നിങ്ങളാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കാണ്. ആ തിരിച്ചറിവ് നിങ്ങൾ എന്തുണ്ടാക്കുന്നു, ഈ ഒരു എന്താ പറയണ്ടേ സിറ്റുവേഷനില് ആ ഒരു ബന്ധങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ചാലഞ്ച് എന്താവണമെന്ന് വെച്ചാല് ആ ഒരു സ്നേഹം, ഓക്കെ, ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങളത് ഓക്കെ ഇനി അവരായിട്ടൊക്കെ ഉള്ള അറ്റാച്ച്മെന്റ് നിർത്താം എന്ന് വെച്ചിട്ട് അവരായിട്ട് ഇനി കോണ്ടാക്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവരെപ്പോഴെങ്കിലും വിളിച്ചു, അവരെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും സങ്കടം പറയണ പോലെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അയ്യോ അത് ചെയ്യണോ, എന്തൊക്കെയാണെങ്കിലും ബന്ധുക്കളല്ലേ, അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷമിക്കണ്ടേ, ആ ഒരു ചിന്തകൾ ഇങ്ങനെ വരിക. നിങ്ങളോട് പറയുന്നത് ഇമോഷണലി അവൈലബിൾ ആവുന്നത് നല്ലതാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലും ലോജിക്കൽ സൈഡും നമ്മുടെ ഒരുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ സിറ്റുവേഷനിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഇവരും കാരണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ട്രെസ് ഇവർ കാരണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. ഇനിയും അവർക്ക് അവസരം കൊടുക്കുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവിടെ സ്നേഹത്താൽ അന്തരാവരുത് എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളോട് കിട്ടുന്നത്. അവിടെ അത് അകന്ന് നിൽക്കേണ്ടതിന് അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുള്ളൂ. ഗൈഡൻസ് നിങ്ങളോട് പറയുന്നത്
നല്ല മെമ്മറീസ് ഒക്കെ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ, നല്ല മെമ്മറീസിനെ ചെറിഷ് ചെയ്തോളൂ. പാസ്റ്റിലത്തെ ഡെഫിനറ്റ്ലി ചെറിഷ് ചെയ്യുക. പക്ഷെ ഈ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നു. ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും നിങ്ങളുടെ ഏതൊരു അവസ്ഥയിലും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ബന്ധുക്കള്, കുടുംബത്തിലുള്ളവർ ആരൊക്കെയാണോ അവരെ ചേർത്ത് പിടിക്കുക. അവരുമായിട്ട് കൂടുതൽ നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ നിങ്ങൾ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യുക. പീസ്ഫുള്ളി, അവിടെ വലിയ കലഹമൊന്നും സൃഷ്ടിക്കേണ്ട. പീസ്ഫുള്ളി അവരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അകറ്റി നിർത്തുക. ഓക്കെ, സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസിങ് എനർജിയിലാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ സംഭവിക്കുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലോസ് എടുക്കാം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഗ്രൂപ്പ് 2വുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്ലൂ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ റീഡിംഗ് നിങ്ങളുടെ ആവുക. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് കാണേണ്ടതാണ് കേട്ടോ. ഗ്രൂപ്പ് 2ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാന തീയതികൾ, ഈ തീയതികൾ നിങ്ങൾക്ക് ജൂലൈ മാസത്തിലും പ്രധാനപ്പെട്ട തീയതികളായിരിക്കും കേട്ടോ. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, അത് വേറെ വശം. അതുകൂടാതെ ഈ തീയതികളെല്ലാം തന്നെ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികളായിരിക്കും. 4, 8, 13, 21, 25, 27, 30 തീയതികൾ. ഓക്കെ, നമുക്ക് മീനം രാശി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് മീനം രാശി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് മീന രാശിയിലായിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങള് മേടം, മകരം, ചിങ്ങം. ഓക്കെ, ഇനി നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് പൂയം, ഉത്രാടം, അശ്വതി, ആയില്യം, മകീരം, അത്തം, മൂലം, രോഹിണി, പൂരം. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉ, അ, ഹ, ധ, ൻ, ഢ, ഓ, എ, റ, ഖ, ഗ, ബ, ഖ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തിട്ടുണ്ട്. കമന്റ്സിലെ കോൺടാക്ട് ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിഗത പേഴ്സണൽ റീഡിംഗ് സർവീസസിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ടാരോട്ട് മന്ത്ലി ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത മാസത്തിനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള ഒരു വ്യക്തിഗത റീഡിംഗ് ആണ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ്, ചാലഞ്ച്, ഗൈഡൻസസ്, പിന്നെ എക്സ്ട്രാ ക്ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തെ കമന്റിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. എസ്പെഷ്യലി ഇപ്പൊ ജൂലൈ മാസത്തിലേക്കുള്ള ടാരോട്ട് മന്ത്ലി ബ്ലൂ പ്രിന്റ് റീഡിങ്ങിന്റെ ബുക്കിംഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 10 വരെയാണ് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒപ്പം നിങ്ങൾക്ക് വളരെ നല്ല ഒരു ജൂലൈ മാസം കൂടെ ആശംസിക്കുന്നുണ്ട്. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഏഞ്ചലിക് വൈബ്രേഷൻ ഒറക്കിൾ ഡെക്ക് എടുത്തിട്ട് നിങ്ങളുടെ ജൂലൈ മാസത്തിന്റെ ഒരു ജനറൽ തീം എന്താണ്, അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്ക് പൊതുവെ ആയിട്ട് ഏഞ്ചൽസ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ് എന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ടാരോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരെ ജൂലൈ 2026 ഏഞ്ചൽസ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡൻസ്, ഒരു ജനറൽ ഗൈഡൻസ് എന്താണ്, ഒരു മേജർ തീം എന്ന നിലയ്ക്ക് ജൂലൈ 2026 ഗ്രൂപ്പ് 3 നൽകാൻ ആഗ്രഹിക്കുന്ന ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, കാർഡ് നമ്പർ 22 ഡൗട്ട് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആ കാർഡിന്റെ മീനിങ്ങിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങൾ, ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, റൈറ്റ് ടാസ്ക് ആണോ, റൈറ്റ് ഡിസിഷൻ എടുത്തോ, ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ആ സംശയങ്ങൾ തീർക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷന് സാധിക്കും. ഓക്കെ, നമ്മുടെ ഇൻറ്റ്യൂഷൻ അത് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇൻട്രപ്ഷൻ വന്നു, നല്ല മഴ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒന്ന് നോക്കാൻ പോയതായിരുന്നു, അപ്പോൾ കണക്ഷൻ പോയി. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ജൂലൈക്കുള്ള ഒരു ഏഞ്ചൽ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിലും ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്നൊരു സംശയം ഉണ്ടാവും, നിങ്ങൾ ശരിയായ പ്രത്യേകിച്ച് ഇങ്ങനെ റൈറ്റ് പാത്തിലാണോ, ഞാൻ റൈറ്റ് ഡിസിഷൻ ആണോ എടുത്തത്, ഇത് റൈറ്റ് ഓപ്ഷൻ ആണോ ഞാൻ ചൂസ് ചെയ്തത്, ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ്. പക്ഷെ ആ ഇൻറ്റ്യൂട്ടീവ് തോട്ട് എളുപ്പത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല, അത് വളരെ എളുപ്പത്തിൽ കേൾക്കുന്ന ഒരു കാര്യമല്ല. അതായിട്ട് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണം, നമ്മുടെ ഇന്നർ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് സാധിക്കാത്ത പക്ഷം, അതിലേക്ക് എത്താത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് പറയുന്നു ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങൾക്കുള്ള ആ ഒരു ഡൗട്ട്, അത് വളരെ നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഇതുപോലെ ഈ പറഞ്ഞ പോലെ വളരെയധികം സെൽഫ് അവെയർ ആയിട്ടുള്ള ആ ഒരു വിസ്ഡം ഉള്ള ഓക്കെ, അത്രയും അറിവുകളും ജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ ഒരു സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി അങ്ങനെയുള്ള ഒരാള്, ഒരു ബയാസ്ഡ് അല്ലാത്ത സജഷൻസും ഗൈഡൻസും തരാൻ സാധിക്കുന്ന ഒരാള് നിങ്ങളുടെ ചുറ്റിലാരെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് അത് ഡിസ്കസ് ചെയ്യാൻ, അവരോടാണ് നിങ്ങൾ ആ സംശയം പോയി തീർക്കേണ്ടത്, ആരോടെങ്കിലും അല്ല. അത്തരത്തിലുള്ള ഒരാൾ ആരാണോ നിങ്ങൾക്ക് ചുറ്റുള്ളത് അവരുടെ അടുത്താണ് നിങ്ങൾ ആ സംശയം തീർക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെ അവരിലൂടെ നിങ്ങൾക്കപ്പോ ആ ഒരു കോൺവെർസേഷനിൽ നിങ്ങളുടെ ഏഞ്ചൽസും അതിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടുന്ന കോൺട്രിബ്യൂഷൻസ് ഡെഫിനറ്റ്ലി ചെയ്യും. ഓക്കെ, പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങൾ ആ ഒരു എന്താ പറയാ സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരാളെ കണ്ടെത്തുക, അവരോട് ആ സംശയം ദൂരീകരിക്കുക, അവരുടെ അടുത്ത് ചെന്നിട്ടാണ് സംശയം ദൂരീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ജൂലൈ മാസത്തിലേക്കുള്ള ഒരു ജനറൽ ഏഞ്ചൽ ഗൈഡൻസ്, ഒരു ജനറൽ തീം. അപ്പൊ അങ്ങനത്തെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്ന, ഒരുപാട് ചോയ്സസ്, ഓക്കെ, നിങ്ങൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്ന, അങ്ങനെ ഒരു ക്രോസ് റോഡിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ജൂലൈ മാസം എന്നൊരു എനർജിയും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നു. നമുക്ക് നോക്കാം ജൂലൈ മാസത്തിലെ പൊതുവെ ജൂലൈ മാസത്തിലെ ജനറലി ഗ്രൂപ്പ് 3 ലഭിക്കാൻ സാധ്യതയുള്ള മേജർ ബ്ലെസ്സിങ് എന്താണ്. ഓക്കെ, ചാലഞ്ച്, ഇനി ഗൈഡൻസ്.
ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഫൈനാൻസിൽ ഉണ്ടാകുന്ന ഉയർച്ച മൂലം നിങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡ്. ഓക്കെ, അപ്പൊ ലൈഫ് സ്റ്റൈല് കാര്യമായ മാറ്റങ്ങൾ, സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഉന്നതി മൂലം ലൈഫ് സ്റ്റൈല് കാര്യമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, ഓക്കെ, അങ്ങനത്തെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എന്ന് കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. നിങ്ങൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇപ്പൊ ഒരു സ്പിരിച്വാലിറ്റിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി എംബോഡി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ടഫ് ഫേസ്, നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ആ ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കടക്കുന്നേ ഉള്ളൂ. ആ ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ആ ഒരു ഡിവൈനിലോട്ട് കണക്ട് ചെയ്ത് ഡിവൈൻ ആയിട്ട് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരാളായിട്ടാണ്, ആ ഒരു എനർജിയാണ് എനിക്ക് ഇപ്പോൾ കറണ്ട് നിങ്ങളുടെ എനർജി ആയിട്ട് കിട്ടുന്നത്. നിങ്ങളിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് തേടി വരുന്നത് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, ജീവിത രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള ഉന്നതി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മെച്ചുവർ ആയിട്ട് പക്വതയോടുകൂടെ ഈ വരുന്ന അനുഗ്രഹങ്ങളെ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിലാണ് നിങ്ങൾ ഒരു വെല്ലുവിളി നേരിടുന്നത്. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ആണ്. കാര്യമായ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. ചെറിയൊരു രീതിയിൽ പ്രകടമായ മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പൊ അതില് എക്സൈറ്റഡ് ആകുക, ഓക്കെ, ആ എക്സൈറ്റ്മെന്റിൽ ഫോക്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, പ്രസന്റ് മൊമെന്റിൽ ഒട്ടും ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ജീവിക്കുന്ന ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് എടുത്തു പറയുന്നത്, നിങ്ങൾ വളരെ മെച്ചുവർ ആയിട്ട് വളരെ പക്വതയോടുകൂടെ വേണം ഈ വരുന്ന സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, ഈ വരുന്ന അനുഗ്രഹത്തിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഗ്രൗണ്ടഡ് ആയിരിക്കണം. പ്രസന്റ് മൊമെന്റിൽ തന്നെ നിങ്ങൾ നിന്നിരിക്കണം. നിങ്ങൾക്കുള്ള ഗൈഡൻസും അതാ. എംപറർ എനർജിയിലായിരിക്കാം. തോട്ട്സ്, ഓക്കെ, പോസിറ്റീവ് തോട്ട്സിനെ എൻകറേജ് ചെയ്യാം. പക്ഷെ തോട്ട്സിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. ചിന്തിച്ച് ഇങ്ങനെ പോരാ. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇങ്ങനെ കടുകേറി പോകുന്ന ഒരു അവസ്ഥയിൽ ചിന്തകളിൽ ജീവിക്കാൻ പാടില്ല. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണം. അത് നിങ്ങളുടെ ആ ഒരു മെസ്കുലിൻ എനർജിയിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. ഓക്കെ, പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. നല്ലവണ്ണം ചിന്തിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി വിശകലനം ചെയ്തതിന് ശേഷം ഒരു ഡിസിഷനിലേക്ക് വരിക. ആ ഡിസിഷനിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അതിൽ ഉറച്ചു നിൽക്കണം. ഓക്കെ, ഈ ഒരു എനർജിയാണ് നമുക്ക് പൊതുവെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. ഇനിയും കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജൂലൈ മാസത്തില് ഗ്രൂപ്പ് 3ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ്. ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അണ്ടർലൈൻ എനർജി നോക്കൂ, എംപറസ്. അപ്പോൾ അത്രമേൽ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കരിയറിൽ നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലാണോ കരിയറിൽ ഒരു ആത്മസംതൃപ്തി നിങ്ങൾ അനുഭവിക്കുക, അതാണ് വരുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. ഒരു ബാലൻസ്, ഹാർമണി, പവർ, ഓക്കെ, അബണ്ടൻസ്, ഗ്രോത്ത്, അങ്ങനെ ഒരു ബാലൻസ്ഡ് എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. പ്രോഗ്രസ് ആണ്, ഡെഫിനറ്റ്ലി പ്രോഗ്രസ് ആണ്. ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് മാറി വിന്നിങ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു എനർജി. ഞാൻ എന്താ കേട്ടത്, ഫ്രം സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ടു വിന്നിങ് സ്റ്റേജ്. അതായത് ഇത്രയും നല്ല കഷ്ടപ്പാടിന്റെ കാലം എന്ന് വെച്ചാൽ ഇനി വിജയങ്ങളുടെ കാലമാണ്. അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ കരിയറിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കരിയറിൽ തേടിയെത്തുന്നുണ്ട്. ചാലഞ്ച് എന്ന് പറയുന്നത് പേഷ്യന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. പേഷ്യൻസ്, ക്ഷമ വേണം. അതായത് ഇങ്ങനെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് നടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, പെട്ടെന്നാവണം, പെട്ടെന്ന് സംഭവിക്കണം, അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പാടില്ല. ക്ഷമയോടെ നിങ്ങൾ ആ ഒരു കരിയറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് ഏത് സമയത്താണോ സംഭവിക്കുന്നത്, എങ്ങനെയാണോ സംഭവിക്കുന്നത്, അത് അതേപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. ഒപ്പം നിങ്ങൾ എന്ത് ആക്ഷൻസ് എടുക്കുകയാണോ അത് കൃത്യമായി എടുക്കുകയും വേണം.
നിങ്ങൾക്കുള്ള ഗൈഡൻസ് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏറ്റവും ഒരു ഹെൽത്തി റുട്ടീൻ ഉണ്ടാകുക, കരിയറുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി കുറേ കൂടെ ഓർഗനൈസ്ഡ് ആകുക, ഗ്രൗണ്ടഡ് ആയിരിക്കാം, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ, സമയമെടുത്ത്, ക്ഷമയോടെ ആ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ ഡിസിഷൻ ആണോ എന്നൊരു ഫെർദർ കൺഫർമേഷൻ വേണമെങ്കിൽ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ അത്രയും അറിവുള്ള, സ്പിരിച്വലി വളരെയധികം ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള, വളരെയധികം അറിവ്, ജ്ഞാനമുള്ള ആ വ്യക്തി ആരാണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. അവരിൽ നിന്ന് ആ ഒരു സംശയത്തിന് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് 2026 ജൂലൈ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ബ്ലെസ്സിങ്, വാവ്, സൺ. നിങ്ങൾക്ക് സാമ്പത്തിക ബ്ലെസ്സിങ് ഓൾറെഡി ഇവിടെ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ വളരെയധികം ഒരു എക്സ്ട്രീം അക്കോംപ്ലിഷ്മെന്റ്, ഒരു എക്സ്ട്രീം സക്സസ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സാമ്പത്തികത്തിൽ എന്ത് അനുഗ്രഹമാണോ യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾക്ക് അത് അത്രമേൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നതാണ്, അത്രമേൽ സന്തോഷം കൊണ്ടുവരുന്നതാണ്. നിങ്ങളിപ്പോ കറന്റ് ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അതിൽ നിന്ന് മാറി ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഇനി ചലഞ്ച്, ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഒന്ന് കഷ്ടപ്പെടും. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വെല്ലുവിളി അതാ. കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവുകയാണല്ലോ. അപ്പൊ ചിലരുണ്ടാവും അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് അത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അതെങ്ങനെയെങ്കിലും അന്നില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങൾക്ക് ചില പൈസകളൊക്കെ തന്നിട്ടുള്ള ആളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടായി എന്ന് കാണുമ്പോഴേക്കും നിങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, നിങ്ങളോട് അത് ചെയ്യാൻ ആവശ്യപ്പെടുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോ ഞാൻ തന്നെ എല്ലാം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ പൈസ ഉണ്ടല്ലോ, നിങ്ങളും ചെയ്യുന്നു പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ ആ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് അല്ലെ, നിങ്ങൾക്ക് ഇനി ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ, ഈ വ്യക്തിക്ക് ഓൾറെഡി സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഉയർച്ച ഉണ്ടാവുകയാണ് എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വസ്ഥതയാണ് അവർക്കത്. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഒരുപാട് ചെലവുകളൊക്കെ അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കും. അത് ചെയ്തുകൂടെ, എങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കൃത്യമായ ബൗണ്ടറി ഇടണം. ഞങ്ങള് ഇപ്പോ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഒന്ന് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മെച്ചം കണ്ടു തുടങ്ങിയത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ, അതാണ് പറയേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രാധാന്യത്തിലുണ്ട്. ഇതൊക്കെ ചെയ്യാം, അത് സമയമാകുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളി. കാരണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും, നോ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ നോ പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, പിന്നെ നിങ്ങൾക്കൊരു പേടി, ഇത്രയും പൈസ ഒക്കെ വരുന്നുണ്ടല്ലോ, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എൻ്റെ നഷ്ടപ്പെട്ടു പോകും, ആ പേടിയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ, ആ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് സാമ്പത്തിക ഉന്നതി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കരഞ്ഞു വിളിച്ചാലും എത്ര കൈയും കാലിട്ടടിച്ചാലും നിങ്ങൾക്ക് ആ പണം കിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഉന്നതി വരില്ല, നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആകാതെ. ഇപ്പൊ നിങ്ങൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എന്തുണ്ടാവുന്നു, സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവുന്നു. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാല് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ, സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തുന്നതിന് നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് പിന്നെ അങ്ങോട്ട് കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉന്നതി കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ, അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാം. ഓക്കെ, ഈ ഒരു ഉന്നതി ജൂലൈ മാസത്തിൽ വന്നു എന്ന് കാണുമ്പോൾ അതൊക്കെ അവിടെ അടച്ചുപൂട്ടി വെക്കില്ല, അത് കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം. അതനുസരിച്ച് യൂണിവേഴ്സ് റിവാർഡ് ചെയ്യും. അവിടെ മടി വരാൻ പാടില്ല. ഓക്കെ, ഇത്ര നാൾ കഷ്ടപ്പെട്ടില്ല, ഇനി കുറച്ചുനാൾ സുഖിക്കട്ടെ, പറ്റില്ല. കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യാൻ സമയം മാറ്റി വെക്കുക, എൻജോയ് ചെയ്യാൻ ഒരു സമയം മാറ്റി വെക്കുക. ഓക്കെ, ഇനി ഓക്കെ, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ജൂലൈ മാസം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് 2026 ജൂലൈ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള മേജർ ബ്ലെസ്സിങ് എന്താണ്?
വിഷ് ഫുൾഫിൽമെന്റ്. നിങ്ങൾ എന്താണോ പ്രണയത്തിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. ആ ഒരു ആഗ്രഹ സബലീകരണത്തിന്റെ എനർജിയാണ്. സിംഗിൾ ആയിക്കോട്ടെ, എന്താ പറയണ്ടേ, കമ്മിറ്റഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ എനർജി ആണ് പറയണത് കേട്ടോ. നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഗാർഡഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഓൾറെഡി ഒരു എന്താ പറയാ ഒരു പാർട്ട്ണറൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പൊ ആ പാർട്ട്ണർ കടന്നു വരുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലത്തെ പാർട്ട്ണർ തന്നെയായിരിക്കും. അതേപോലെ ആവും കണ്ടുമുട്ടലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ഗാർഡഡ് ആയി നിൽക്കുക. വളരെയധികം അവരിൽ നിന്ന് ആ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് തന്നെ ഓടി ഒളിക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കുക. ഒട്ടും ഇമോഷണലി അവൈലബിൾ ആകാതിരിക്കുക. ഒരു തരത്തിൽ നിങ്ങൾ അമ്പിന് വില്ലിന് അടുക്കില്ല എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതാണോ? അതെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് നടക്കുന്നത്. നടക്കുമ്പോൾ നിങ്ങൾ ഇതിപ്പോ എന്തിനാ വന്ന് എനിക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. അത് പാടില്ല. അതാണ് നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ചാലഞ്ച് അതാ, വെല്ലുവിളി അതാ. അങ്ങനെ അല്ലാതെ ആയിരിക്കണം. അത്രയും ഗാർഡഡ് ആവേണ്ട ആവശ്യമില്ല. ഹെൽത്തി ബൗണ്ടറി ഉണ്ടായിക്കോട്ടെ. ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ലതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ ശീലിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. അതിനോടൊപ്പം ഈ ഒരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള ധൈര്യം കൂടെ നിങ്ങൾ കാണിക്കണം. ആ ധൈര്യം കാണിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഒരു ആത്മവിശ്വാസക്കുറവ്, അനാവശ്യമായ ഒരു ആത്മവിശ്വാസക്കുറവ്, ഒരു ധൈര്യക്കുറവ്. നിങ്ങൾ അതിന് റെഡിയാണ്. മനസ്സിലായോ? നിങ്ങൾ കറന്റ് വളരെയധികം ഒരു എൻജോയിങ് എനർജിയിലായിട്ട് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ വളരെ എൻജോയ് ചെയ്തു പോകുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. വളരെ പേഷ്യന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ധൃതി ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ വളരെ ഡിഫറെന്റ് ആണ്. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഭാവത്തില്. അങ്ങനെയല്ല വേണ്ടത്. ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഇനി പാർട്ട്ണർ ഉള്ള ആളാണ്, കമ്മിറ്റഡ് ആണ്, മാരീഡ് ആണ് എങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിനൊരു വില കൊടുക്കാത്ത പോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കണത്. ഇതിപ്പോ എന്നിട്ട് ഇത്ര വലിയ കാര്യം, അങ്ങനത്തെ അതിന് ഒട്ടും വിലയില്ലാത്ത പോലെ, ഇപ്പൊ ഇത് വലിയ സംഭവമൊന്നുമല്ല എന്നുള്ള ഭാവത്തില് അതിനെ ട്രീറ്റ് ചെയ്യുക. അതും ശരിയായ രീതിയല്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോൾ, നമുക്ക് അത്രമേൽ ആഗ്രഹമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കണം. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരാൾ നമുക്ക് കൊണ്ടുതരികയാണ്. നമ്മൾ അതിൽ സന്തോഷം കാണിക്കുമ്പോഴാണ് ആ വ്യക്തിക്കും ഓക്കെ, അതായത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അവർക്ക് പിന്നെയും പിന്നെയും നമുക്ക് അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ എപ്പോഴാണ് തോന്നുക, നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യം എടുക്കുക. ഇപ്പൊ നമ്മൾ ചില കുട്ടികൾ പലതരാണല്ലോ. ചില കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു പോകുമ്പോൾ അവർ വളരെയധികം അതിൽ സന്തോഷം കാണിക്കും. അവര് ഒരുപാട് ചിലപ്പോൾ താങ്ക് യു ഒക്കെ പറയും. അവരത് ആ ഒരു സന്തോഷം വളരെയധികം എക്സ്പ്രസ് ചെയ്യും. ഇനി വേറൊരു നമ്മള് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഇനി വാങ്ങി കൊടുക്കണം എന്ന് നമുക്ക് തോന്നും. ഓക്കെ, എന്നാൽ ചില കുട്ടികളുണ്ട്, നമ്മള് ഗിഫ്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ എനിക്ക് ഇതല്ല ഇഷ്ടം, ഞാൻ ഇത് കഴിക്കില്ല, എനിക്കിത് വേണ്ട, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടില്ല, എന്ന് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഇതുപോലെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് റിയാക്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് കൊണ്ടു തരുമ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു സന്തോഷം, ഹാപ്പിനെസ്സും ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കുമ്പോഴാണ് യൂണിവേഴ്സിനാക്കിയത് അവരുടെ ആഗ്രഹങ്ങൾ ഇനി നടത്തി കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാവുക. അതുകൊണ്ട് ഒരു ഇതാണ് ഇത്ര വലിയ കാര്യം, ഇതൊന്നും ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ഇതൊന്നല്ല എനിക്ക് വേണ്ടത്, അതിലൊരു സംതൃപ്തി ഇല്ലാണ്ട് കാണുമ്പോൾ എന്നാ പിന്നെ ഒന്നും കൊടുക്കാതിരിക്കുക എന്നൊരു തോന്നൽ വരും. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രണയത്തിലാകുക എന്നുള്ളത്. ബി ഇൻ ലവ്. അപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിന്റെ എൻട്രി വളരെ സ്ട്രോങ് ആയി കാണുന്നു. എക്സ്പ്ലോർ ചെയ്യുക കണക്ഷൻ. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 33 ആണ്. അതാണ് റൈറ്റ് ചോയ്സ്, അതാണ് റൈറ്റ് പാത്ത്. അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. എക്സ്പ്ലോർ ചെയ്യുക കണക്ഷൻ. ബി ഇൻ ലവ്. നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച കാര്യമാണ് പ്രണയത്തിലാകുക എന്നുള്ളത്. അതാകാൻ അവസരം കിട്ടുമ്പോൾ പ്രണയത്തിലാകണം. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നുണ്ടല്ലോ, അത് അവിടെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ അവർ ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും അവരോട് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിൽ ഹാപ്പി ആണെന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കണം.
നിങ്ങളോട് അതാ പറയണേ, ബി ഇൻ ലവ്. ആ ലവ് എക്സ്പ്രസ് ചെയ്യുക, പ്രണയം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. അവിടെ അപ്പൊ ഇങ്ങനെ അതിനൊരു വില കൊടുക്കാത്ത പോലെ പുച്ഛത്തോടെ അത് അതിനെ വിലയില്ലാത്ത പോലെ കാണുക, അല്ലെങ്കിൽ അയ്യോ ഇതിപ്പോ എന്തിനാ ഓടി വന്നേന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓടി കളിക്കാൻ നിൽക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ. ഇനി സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ് ഓൾറെഡി വന്നിട്ടുണ്ട്. വളരെ നല്ല സമയം, വളരെയധികം ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സമയം. 10 of Cups എനർജിയാണ്. ഫ്രണ്ട്സ് ഫാമിലി ആയി മാറുന്ന സമയങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഫ്രണ്ട്സിലുപരി അവര് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട് അങ്ങനെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനുള്ളവരാണ് എന്നുള്ള ഒരു അത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവും. ഓക്കെ. ഈ പ്രത്യേകിച്ച് ഈ ആരോടൊപ്പം ആയിരിക്കുമ്പോഴാണോ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അവരെ നിങ്ങളുടെ കാലാകാലത്തിലേക്ക് നിങ്ങളുടെ സുഹൃത്തായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് അഗെയിൻ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്വതയോടെ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക, ഗ്രൗണ്ടഡ് ആയിരുന്നുകൊണ്ട് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ബി ഇൻ ദ പ്രസന്റ്, ആ പ്രസന്റ് മൊമെന്റിലായിട്ട് അതിനെ എൻജോയ് ചെയ്യുക. ഇങ്ങനെ ഇത് ഇനി എത്ര നാൾക്ക് ഉണ്ടാവുമോ, ഇത് എന്താണോ ഇങ്ങനെ ഒരു സ്നേഹം, അങ്ങനത്തെ അനാവശ്യമായ സംശയങ്ങളൊന്നും വേണ്ട. പ്രസന്റ് മൊമെന്റിലാവുക, അതിനെ എൻജോയ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, സെലിബ്രേറ്റ്. അതായത് നിങ്ങൾക്ക് നല്ല നല്ല സമയങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയണ്ട സൗഹൃദങ്ങളില്. നിങ്ങൾക്ക് ഒരുപാട് ഒരുമിച്ച് സമയം എൻജോയ് ചെയ്യുന്നതിന് അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നു. സെലിബ്രേറ്റ് ചെയ്യേണ്ടതിന് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാകുക. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് പോവുക. ആ സിറ്റുവേഷൻ ഒക്കേഷനിൽ ഫുള്ളും അതിൽ ഇൻവോൾവ് ആകുക. ഒക്കേഷൻ മാക്സിമം എൻജോയ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ എങ്ങാനും വല്ല എന്താ പറയണ്ടേ വിവാഹ നിശ്ചയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാനൊക്കെ ആയിട്ടൊരു സാധ്യതയുണ്ട്. പ്രപ്പോസൽ, എൻഗേജ്മെന്റ്, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സെലിബ്രേഷൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഫുള്ളി ഇൻവോൾവ് ആകുക, ആ മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള നല്ല നല്ല മൊമെന്റ്സ് മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ. ഫ്രണ്ട്ഷിപ്പ്, നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ പ്രത്യേക ഒക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് കുടുംബ ബന്ധങ്ങൾ. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 2026 ജൂലൈ മാസത്തിലെ ഗ്രൂപ്പ് 3ക്ക് ലഭിക്കാനിരിക്കുന്ന മേജർ ബ്ലെസ്സിങ് എന്താണ്? നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന്, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങളെ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, ആഘോഷങ്ങൾക്കൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അങ്ങനെ നല്ല നല്ല ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന, നല്ല വാർത്തകൾ ഉണ്ടാവുന്ന, നല്ല കമ്മ്യൂണിക്കേഷൻസ്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു സംഭാഷണവും ഒരു ഇന്ററാക്ഷനും ആയിരിക്കും നിങ്ങളുടെ ബന്ധുക്കളായിട്ട്, കുടുംബത്തിലുള്ളവരുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക ജൂലൈ മാസത്തിൽ. ഓക്കെ. ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസസ്, ഒരു 5 ദിവസത്തെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ, ജൂലൈ മാസത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ചില അനുഭവങ്ങൾ ഉണ്ടാകുക. അപ്പൊ അവിടെ ആ സെൽഫ് ഗ്രോത്ത് നടക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുക. പുതിയ അറിവുകളാവും നിങ്ങൾ നേടുക. അപ്പൊ എല്ലാം തികഞ്ഞതാണ് എന്നൊരു ചിന്ത വേണ്ട. ഓക്കെ. പുതിയ അറിവുകളെ സ്വീകരിക്കാനായിട്ടൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കണം. അതിനെ സ്വീകരിക്കാതെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആകുമ്പോൾ, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് അത് ശരിയല്ല അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ. ഓക്കെ. ഈഗോ ഇടയിൽ കയറാതെ നോക്കാൻ പറയുന്നു. അങ്ങനെ ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഈഗോ മൂലം ഉള്ള ഒരു റിയാക്ഷൻ, റെസ്പോൺസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് 9 of Cups ആണ്. ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ്. എന്താണോ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന നല്ല നല്ല മൊമെന്റ്സിൽ ഫോക്കസ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് ആ ഒരു ഫാമിലി മൊമെന്റ്സ്, ഫാമിലി ലൈഫ്, ഓക്കെ, റിലേറ്റീവ്സുമായിട്ടുള്ള ടൈമൊക്കെ അത് ആ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ മുന്നോട്ട് പോവാം. അത്രേ വേണ്ടു. ഒരു നല്ല മൊമെന്റ്സിൽ, ഫാമിലിയിൽ റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നല്ല മൊമെന്റ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിഷ് ചെയ്യണം. അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയണം. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 8 of Cups ആണ്.
നിങ്ങൾ നല്ലതല്ലാത്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടാവുമ്പോൾ, നിങ്ങളുടെ സന്തോഷം നിറയ്ക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ മാക്സിമം സന്തോഷിക്കണം, നിങ്ങൾ അതിൽ ഹാപ്പി ആയിരിക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം, അതിന് യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുള്ളും ആയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങളുടെ ജൂലൈ മാസത്തിലേക്കുള്ള ടാരോ മന്ത്ലി ഗൈഡൻസ്. പൊതുവേ നമുക്ക് മന്ത്ലി റീഡിങ്സ് വരുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിലേക്കൊക്കെ എത്താറുണ്ട്, 1.5 മണിക്കൂർ to 2 മണിക്കൂർ വരെ എത്താറുണ്ട്. വലിയ റീഡിംഗ് ആയിരിക്കും, പക്ഷെ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ കേട്ടിരുന്നവർക്ക് ഒരു പ്രത്യേക താങ്ക്സ്. എല്ലാവർക്കും അങ്ങനത്തെ ക്ഷമ ഉണ്ടാവാറില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലൂ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇടിവെട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ തിരുവാതിര ഞാറ്റുവേല പിറന്നതിന്റെ ഭാഗമായിട്ട് നല്ല ഗംഭീര ഒരു മഴയൊക്കെ നടക്കേണ്ട, ഇടിവെട്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ക്ലൂസിലേക്ക് കടക്കാം. ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കൂടാതെ ചൊവ്വാഴ്ച നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കും. ഇനി പറഞ്ഞ തീയതികൾ അതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും, പ്ലസ് ഈ തീയതികളെല്ലാം തന്നെ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 1, 2, 3, 4, 8, 15, 19, 21, 25, 30, 31. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് തീയതികൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മിഥുനം രാശി കിട്ടിയിട്ടുണ്ട്, വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സൺ മൂൺ റൈസിങ് ഈ പറഞ്ഞ രാശികളായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജനന മാസം എന്ന് പറയുന്നത് മേടം, കന്നി, ചിങ്ങം, തുലാം, ഇടവം, ഇതിലേതെങ്കിലും ഒന്നാകാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നക്ഷത്രങ്ങളാണ്. തൃക്കേട്ട, തിരുവോണം, ഉത്രാടം, അശ്വതി, മകയിരം, ചിത്തിര, അത്തം, ഭരണി. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം ആകാം. ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എ, ഉ, ഠ, ഹ, ക, ബ, ല, മ, ദ, ർ, ഓ, ശ, ള, വ, ച, ഇൻ. ഓക്കെ, ഇതിൽ ദാ കണ്ടപ്പോൾ എനിക്ക് ദയ എന്നുള്ള പേര് ഓർമ്മ വന്നു. ദയ സിനിമ എനിക്ക് ഓർമ്മ വന്നു. മഞ്ജു വാര്യരുടെ ദയ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ആ പാട്ടുണ്ടല്ലോ, ശാരദേന്ദു തുടങ്ങുന്ന പാട്ട്, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യോ എനിക്കറിയില്ല. അപ്പൊ അത് ഓർമ്മ വന്നു, നിങ്ങളോട് പറയണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തിട്ടുണ്ട്. കമന്റ്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസിനോടൊപ്പം തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിഗത പേഴ്സണൽ റീഡിംഗ് സർവീസസിന്റെ ഒരു വിവരണവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുക. അപ്പോൾ
എല്ലാ മാസത്തിനെയും സംബന്ധിച്ച്, അതായത് ഓരോ മാസം തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാരോട്ട് മന്ത്ലി ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ ബുക്കിംഗ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങി ജൂലൈ 10 വരെയാണ് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ വിവരണവും അതിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല, ഒരുപാട് സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ, വിജയങ്ങൾ നിറഞ്ഞ ജൂലൈ 2026 ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.